നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കൊടും ക്രിമിനലുകൾക്കും അറുവഷളന്മാർക്കും രഹസ്യ ആരാധകർ പണ്ടുമുണ്ട്. മുമ്പ് ഇത് രഹസ്യമായിരുന്നെങ്കിൽ സൈബർ കാലത്ത് ഇത് പരസ്യമാണ്. അർജുൻ ആയങ്കിക്കും TG മോഹൻദാസിനും എന്തിന് വാ തുറന്നാൽ തെറി മാത്രം പറയുന്ന തൊപ്പിക്കും വരെ സൈബർ ഇടങ്ങളിൽ ആരാധകരുണ്ട്. ആരാധകർക്ക് ആൺപൺ വ്യത്യാസവുമില്ല. ഏറ്റവും ഒടുവിലെ ഉദാഹരണങ്ങൾ കൊട്ടേഷനും സ്വർണം പൊട്ടിക്കലുമായി നടക്കുന്ന അർജുൻ ആയങ്കിയും വാ തുറന്നാൽ വർഗീയതയും അശ്ലീലവും വഷളത്തരവും മാത്രം പറയുന്ന TG മോഹൻദാസുമാണ്. ഇരുവരെയും പോലീസ് പൊക്കിയതിൻ്റെ പേരിൽ വല്ലാതെ നോവുന്ന ഒരു കൂട്ടം ഈ നാട്ടിലുണ്ട്. അവർക്ക് അവർ വിശ്വസിക്കുന്ന പാർട്ടിയെക്കാളും പ്രത്യയശാസ്ത്രത്തെക്കാളും വലുതാണ് ഈ ക്രിമിനലുകൾ. സ്വർണം പൊട്ടിക്കലിലേക്ക് കടന്നതോടെ അർജുൻ ആയങ്കി എന്ന പഴയ DYFIക്കാരനെ CPM തന്നെ തള്ളിപ്പറഞ്ഞതാണ്. ഏറ്റവും ഒടുവിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ ഇയാളുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ ഒരു കൂട്ടം സൈബർ അണികൾക്ക് ഇതത്ര ദഹിച്ചിട്ടില്ല. അവർക്ക് ഈ ക്രിമിനൽ വീരനായകനും പോരാളിയുമാണ്. എന്തിന് അയാളുടെ നീക്കങ്ങളിൽ രാഷ്ട്രീയ വ്യാഖ്യാനം വരെ ചിലർ ചമയ്ക്കുന്നുണ്ട്. TG മോഹൻദാസ് BJP ബൗദ്ധിക സെൽ കൺവീനറായിരുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. ക്യാമറ തുറന്നു വെച്ച് വർഗീയതയും അശ്ലീലവും അറുവഷളത്തരവും ഉളുപ്പില്ലാതെ പറയാനുള്ള കഴിവാണ് ഇയാളെ സൈബർ ഇടങ്ങളിൽ പ്രശസ്തനാക്കിയത്. അശ്ലീല വർഗീയ മസ്തിഷ്കവുമായി വയറിളകും പോലെ എന്തു വൃത്തികേടും വിളിച്ചു പറയും. അതിന് ലൈക്ക് അടിക്കാനും പിന്തുണയ്ക്കാനും കുറേ പേരുണ്ട്. ഡൽഹിയിൽ സമരം ചെയ്ത പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷവും ഇയാളുടെ കൊച്ചുമക്കളെക്കാൾ പ്രായം കുറഞ്ഞവരാണ്. അവരെക്കുറിച്ചാണ് ബലാത്സംഗം പ്രതീക്ഷിച്ചു പോയവരെന്ന അശ്ലീലം ഇയാൾ വിളിച്ചു പറഞ്ഞത്. ഇയാൾക്ക് RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലയും വഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവർ തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ അറസ്റ്റ് വന്നതോടെ അറസ്റ്റിനെതിരെ BJP രംഗത്തെത്തി. ഇപ്പോൾ അയാളെ പിന്തുണയ്ക്കാനും കുറേ ആളുകളുണ്ട്. സമൂഹത്തിന് ബാധ്യതയായ ഇത്തരം ക്രിമിനലുകൾക്കും ആരാധകരോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കും മുമ്പ് ഒരു സുപ്രധാന ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ സുപ്രധാന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. TG മോഹൻദാസിനെതിരെ ഗുരുതര പരാമർശങ്ങളടങ്ങിയ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തായി. മോഹൻദാസ് നടത്തിയത് സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പരാമർശങ്ങളാണ്. പ്രതിക്ക് ഉന്നത സ്വാധീനമെന്നും ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. വെടിവെച്ചു കൊല്ലണം എന്ന പ്രസ്താവന നടത്തി വിദ്യാർത്ഥികളിൽ ഭയം സൃഷ്ടിച്ചു. ഡിജിറ്റൽ തെളിവുകൾ ഇനിയും കണ്ടെത്താനുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കുമെന്നതിനാൽ ജാമ്യം നൽകരുതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇയാൾക്കെതിരെയുള്ള എന്തെല്ലാം കുറ്റങ്ങളാണ് അക്കമിട്ട് പറയുന്നത്? TG മോഹൻദാസിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ACJM കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് 13 കാരണങ്ങൾ എന്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായി അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിൽ നിന്ന് എടുക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് ആണ്. അപ്പോൾ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, പ്രതി അന്യജില്ലക്കാരനാണ്. അപ്പോൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞാൽ പിന്നീട് അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയും അത് പ്രോസിക്യൂഷൻ്റെ നടപടികളെ പ്രതികൂലമായി ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ടാകും. മാത്രമല്ല, പ്രതിക്ക് ഉന്നത സ്വാധീനങ്ങളുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് ഈ കേസിൻ്റെ അന്വേഷണത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന പരാമർശങ്ങൾ. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട 6 പ്രധാനപ്പെട്ട വകുപ്പുകൾ TG മോഹൻദാസിനെതിരെ സൈബർ പോലീസ് ചുമത്തിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കലും കലാബാഹ്വാനവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അത്. വെടിവെച്ച് കൊല്ലണമെന്ന പ്രസ്താവന നടത്തിയതിലൂടെ ജന്തർ മന്ദിറിൽ പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുകയായിരുന്ന വിദ്യാർത്ഥികളെ ഭയചകിതരാക്കാൻ ബോധപൂർവമായ നീക്കം TG മോഹൻദാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് പരാമർശം. അതോടൊപ്പം ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഈ യൂട്യൂബ് കണ്ടന്റിൽ ഉണ്ട് എന്നും പത്രിക എന്ന യൂട്യൂബ് കണ്ടന്റിൻ്റെ ലിങ്ക് ഉൾപ്പെടെ കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണവുമായി പ്രതി സഹകരിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു വശത്ത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം നടന്ന പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഈ കുറ്റങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്ന്
TG മോഹൻദാസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന ഒരു പരാമർശം കൂടി റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഒരുപക്ഷേ ഇതായിരിക്കും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുരുക്കായി TG മോഹൻദാസിന് മാറാൻ പോകുന്നത്. അതായത് ബോധപൂർവം താൻ ഒരു കലാപാഹ്വാനത്തിന് നേതൃത്വം നൽകുകയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവന, കുറ്റസമ്മത മൊഴി TG മോഹൻദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് തിരുവനന്തപുരം ACJM കോടതിയിൽ സൈബർ ക്രൈം പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ശരി, ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യനാണ്. നമുക്ക് ഈ വിഷയത്തിൻ്റെ ചർച്ചയിലേക്ക് തന്നെ കടക്കാം. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, ഒരാൾ കൊടും ക്രിമിനൽ, സ്വർണം പൊട്ടിക്കലും കൊട്ടേഷനുമായി നടക്കുന്ന ഒരാൾ അർജുൻ ആയെങ്കിൽ, മറ്റൊരാൾ വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന അല്ലെങ്കിൽ അശ്ലീലം മാത്രം പറയുന്ന മറ്റൊരാൾ. ഈ രണ്ടുപേരെയും പോലീസ് പൊക്കിയതോടെ ഈ രണ്ടുപേർക്കും പിന്തുണയുമായി കുറേ ആളുകൾ ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി വാദിക്കാനും ന്യായീകരിക്കാനും ഒക്കെയുള്ള ആളുകൾ. എന്താണ് ഈ സമൂഹം ഈ തരത്തിൽ ചിന്തിക്കാനുള്ള കാരണം? ശ്രീ കിരൺ, ഇന്ന് ഇതിന് സമാനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആദർശശുദ്ധിയില്ലായ്മ, മൂല്യച്യുതി, സത്യസന്ധതയില്ലായ്മ, ജനങ്ങളോട് കൂറ്, നീതിന്യായം, ഉൾപാർട്ടി ജനാധിപത്യം, ഇതൊന്നും തന്നെ പാലിക്കാതെ, ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടതാണ്, ഉൾപാർട്ടി ജനാധിപത്യം ഉൾപ്പെടെ, ഇതൊന്നും ഇല്ലാതെ അതിൽ എന്റെ അനുഭവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ നിന്ന് വിഭിന്നമല്ല. 30 വർഷം BJPക്ക് വേണ്ടി ജീവിതം കളഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു യുവമോർച്ചയുടെ. അതിൽ നിന്ന് നീതി ലഭിക്കാതെ വന്നപ്പോൾ എന്റെ ജീവിതത്തിന്റെ നല്ല ഭാഗവും കളഞ്ഞിട്ട് ഞാൻ മറ്റൊരു പാർട്ടി CPIയിൽ വന്ന ആളാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ല. എവിടെന്നെങ്കിലും കുറച്ച് ധനസമ്പാദനം നടത്തി വരുന്നവരെ ഏത് ചുമതലയിലും, അതിന്റെ ഏറ്റവും എന്റെ മുന്നണിയിലുള്ള കാര്യമടക്കം പറയാം, മറ്റൊരു പാർട്ടിയെ തലേ ദിവസം വരെ വന്നിട്ട് പിറ്റേന്ന് പിടിച്ച് നമ്മളെ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഞാൻ അതിനെയൊക്കെ എന്റെ പാർട്ടിയാണെങ്കിൽ എതിർക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ TG മോഹൻദാസ്, ഞങ്ങളൊന്നും പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ, ഇത്രയും പ്രായമുള്ള ആളാണെങ്കിലും ഞങ്ങളൊന്നും പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ TG മോഹൻദാസ് ഇല്ലായിരുന്നു. പാർട്ടിയോട് കൂറുള്ളവരാരും പാർട്ടിയെ ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല. ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നവരാ. ഞങ്ങൾ വേദികളിലൊക്കെ BJPക്ക് വേണ്ടി ഘോരം തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് ചാത്തന്നൂർ രാധാകൃഷ്ണൻ. അപ്പോ ഈ TG മോഹൻദാസ് പറഞ്ഞത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ടിയാൻമെൻ സ്ക്വയറിൽ അന്നത്തെ ഭരണകൂടം വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നില്ലേ, ആ പ്രചോദനം ഇതൊക്കെ അവരുടെ മനോമുഖരത്തിലിരിക്കും. ഇദ്ദേഹം വലിയ സാഹിത്യകാരനെന്നൊക്കെയാണ് മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മനോമുഖരത്തിൽ അതുണ്ട്. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ എന്തുകൊണ്ടാണ് ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നു, അതൊരു സത്യം അദ്ദേഹം പറയുകയാണ്. അതൊന്നും വെറുതെ ഒരു ആവേശത്തിന് പറയുന്നതല്ല. അങ്ങേ അറ്റത്തെ അത്തരത്തിലുള്ള നേതാക്കന്മാർക്കെതിരെ ഏത് പാർട്ടിയിലായാലും ശക്തമായ കയ്യാമം വെച്ച് അവരെ തുറങ്കിലടയ്ക്കണമെന്നാണ്. ആ കലാപാഹ്വാനമാണ്. ടിയാൻമെൻ സ്ക്വയറിലെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റാ ചൈനയിലെ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏത് പാർട്ടിയാണെങ്കിലും ഇത് ഭൂഷണമല്ല. അതുപോലെ തന്നെ ആയങ്കിയുടെ വിഷയം, മയക്കുമരുന്നായാലും ഏതായാലും കൈകാര്യം ചെയ്ത് വരുമ്പോഴേക്കും അത് ഒരു പാർട്ടി ഇവന്റെ അനുഭവത്തിൽ വ്യത്യസ്തമല്ല. കുറച്ച് സമ്പത്തും കുറച്ച് പെരുമയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അവൻ വന്ന വഴിയോ ആരോന്നും അറിയണ്ട, അവർ അപ്പോഴേ പിടിച്ചങ്ങ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, ഈ TG മോഹൻദാസിനെ പോലെ വാ തുറന്നാൽ വർഗീയതയും അശ്ലീലവും പറയുന്ന ഒരാൾ, അയാളെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ, അർജുനായെങ്കിൽ പ്രധാന ജോലി തന്നെ സ്വർണം പൊട്ടിക്കലും കൊട്ടേഷൻ പണിയും ഒക്കെയാണ്, അയാളെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ, 2 രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധീകരിക്കുന്ന 2 പേരാണ്. ഈ പാർട്ടികളൊക്കെ അവളെ തള്ളിപ്പറയുമ്പോഴും അവരെയൊക്കെ പിന്തുണയ്ക്കാനുള്ള ആളുകൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്കാരം സാറേ, ഇപ്പം ഈ 2 പേരെയും പിന്തുണയ്ക്കുന്നവര് ഉടുതുണി ഉരിഞ്ഞു മാറ്റി നഗ്നനായി നിൽക്കുന്നത് പോലെ ആയിരിക്കും. കാരണം നമ്മൾക്കറിയാം ഈ 2 പേരും ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ. പിന്നെ ഇവിടുത്തെ നമ്മളുടെ പോലീസ് സേന, ഞാൻ നേരത്തെ പറയാറുള്ളതാണ്, ഈ ഇന്ത്യയിലെ വെച്ച് ഏറ്റവും ശക്തമായ പോലീസ് സന്നാഹമാണ് നമ്മുടെ ബുദ്ധിപൂർവ്വം നിൽക്കുന്ന നമ്മുടെ കേരള പോലീസ്. ഇപ്പം ഈ ആഭ്യന്തരമന്ത്രി അതേപോലെ തന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്ത് ഉടനെ പിടിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഈ ഇത്തരം ഗുണ്ടകൾക്ക് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ഇവിടുത്തെ സുരക്ഷയെ നയിക്കേണ്ടവർ, അല്ലെങ്കിൽ ഓരോ പൗരനും നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ ഒക്കെയാണ് ചെല്ലുന്നത്. അത് നിങ്ങൾ ഇത്തരം ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ പിന്താങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മളുടെയൊക്കെ സഹോദരിമാരെല്ലാം ഇത്തരം ഗുണ്ടകളുടെ ആക്രമണങ്ങൾക്ക് ഇരയായി കഴിഞ്ഞാൽ ആരാ സംരക്ഷിക്കുക? പിന്നെ ഈ മോഹൻദാസ്, അദ്ദേഹം ഇത്രയും പ്രായമായി,
പുള്ളി നമ്മൾ പലപ്പോഴും ഇത് കേട്ടിട്ടുള്ളതാണ്. ഇദ്ദേഹത്തെ നേരത്തെ ഈ പാർട്ടി എടുത്ത് പുറത്ത് കളയേണ്ടതാണ്. കാരണം വെച്ചാൽ ഇത്തരം ആൾക്കാരെ ഇങ്ങനെയുള്ള പാർട്ടികൾ വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി മാത്രമല്ല, മിക്ക പാർട്ടികളിലും ഇത്ര സ്ത്രീ ലംബടന്മാർ ഒത്തിരി ഉണ്ട്. എല്ലാ പാർട്ടികളും ഉണ്ട്. അപ്പം മറ്റുള്ള ആൾക്കാർ കുറവായിരിക്കും. ടി.ജി. മോഹൻദാസിന്റെ മട്ടിൽ അത്ര വിഷം മോഹിക്കുന്ന ആളുകൾ കുറവായിരിക്കും. ഉണ്ട്, പക്ഷേ അല്ല സാറേ എല്ലാ പാർട്ടികളിലും തുറന്നാൽ അത് മാത്രമാണ്, ഭക്ഷണത്തരം മാത്രമാണ് പറയുന്നത്. പിന്നെ ഈ ഞാൻ പറഞ്ഞ ഇപ്പം ഈ മുസ്ലിം ലീഗിലായാലും CPM-ലായാലും എല്ലായിടത്തും ഇത്തരം പലതരത്തിൽ മോശത്തരം പറയുന്ന ആളുകളുണ്ട്. ശരി ശ്രീകണ്ഠൻ, നമുക്ക് ശ്രീ ദിവാകരനാണ് തലശ്ശേരി. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സമൂഹത്തിന് തന്നെ ബാധ്യതയായ ചില ക്രിമിനലുകൾ, അവരെയൊക്കെ ആരാധിക്കാനും പിന്തുണയ്ക്കാനും ഒക്കെ ആളുകൾ, ഈ ഏറ്റവും അവസാനത്തെ 2 ഉദാഹരണങ്ങളാണ് ഈ അർജുനായങ്കിയും ടി.ജി. മോഹൻദാസും. അത് ഏത് രാഷ്ട്രീയ ആണെങ്കിലും ഈ തെറ്റ് പോലെ കാണണം. മഞ്ഞക്കണ്ണട വെച്ചിട്ട് മഞ്ഞയായിട്ട് തോന്നാൻ പാടില്ല, ഒരിക്കലും പാടില്ല. തെറ്റ് അല്ലെങ്കിൽ അവർക്ക് വളം വെച്ച് കൊടുക്കുന്ന ഈ മോഹൻ, എനിക്കൊരു 75 വയസ്സായി, ഇയാൾക്ക് നടക്കാനും കഴിഞ്ഞ ഷിവറിങ്ങും വർത്താനവും പറയുന്ന ചുരുണ്ട്. ഇനി അവസാന ഘട്ടത്തിൽ നല്ലത് പറഞ്ഞിട്ട് പോണ്ടേ, വെടിവെച്ച് കൊല്ലേ, ഏടിയെത്തി. ഇതെന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ? ഇതെന്താ നാട്ടിൽ? ഇയാളൊരു അഡ്വക്കറ്റാ പോലെ. എന്താ അഡ്വക്കറ്റാ? വിവരം കെട്ട അഡ്വക്കറ്റാ. ഇയാള് എന്തായാലും പണിഷ്മെന്റ് കൊടുക്കണം. ഞാനൊരു വയസ്സല്ല, നമ്മളെല്ലാം എത്ര റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടില്ലേ ഏത് കാര്യത്തിലും പറഞ്ഞിപ്പോ സാറിനോട് ഓലക്കണ്ണീനെ കൊണ്ട് പാമ്പിനുണ്ടാക്കിയിട്ട് സാറ് നല്ല ഇത് റിപ്ലൈ കൊടുക്കുന്നു. ശരിക്കും പേടിക്കണ്ട, ജനകീയ കോടതിയുണ്ട് സാറേ. ഇന്നലെ മെഞ്ഞാന്ന് എനിക്കത് വല്ലാതെ വിഷമായി. വെറുതെ ഇതായിട്ട് റെസ്പെക്ട് ഡിസിപ്ലിൻ ചാലഞ്ച് ചെയ്യുക. സാറ് തെറ്റ് തിരിച്ചണ്ടേ? അവർക്ക് ഗുണം കിട്ടണ്ടിട്ട് അവര് പിടിച്ച മൊയലിന് 2 കൊമ്പ് എന്നിട്ട് പേടിപ്പിക്കുക. ജനകീയ കോടതി സാറിന്റെ നമുക്ക് നീതിന്യായ വകുപ്പല്ലേ? വെറുതെ അന്ന് എന്തേലും ഇതായിട്ട് കുലുക്കുന്നുണ്ട്. ഞാനൊക്കത് വല്ലാണ്ട്, ഞാനൊരു വയസ്സനാകും. നമ്മളെല്ലാം നല്ലതേ. ഞാൻ ഡിസേബിൾഡ് ഒരു ടയർഡായ കൂട്ടർക്കെല്ലാം ഞാൻ ഭക്ഷണവും കാര്യവും എല്ലാം മേടിച്ചു കൊടുക്കുന്ന ആളാണ്. എനിക്ക് സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ട ഞാൻ ഉണ്ടാക്കിയതാ. സംഗീതത്തിലെ കൂടി എബ്രോഡിലും ആടിയിട്ട് പിന്നെ ബിസിനസ് എല്ലാം ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്തതാ. പക്ഷെ എങ്കില് സാറിന് കറേജും നല്ല ബോൾഡ് നല്ല ഹിമ്മത്ത് താകത്തെല്ലാം ഉണ്ട്. ഒന്നും അതായത് ഏത് കൊലപ്പം തെറ്റ് പറയുമ്പോ ശക്തമായിട്ട് പറയും. ഈ ആളുകൾ അവരുടെ ഒരു സന്തോഷത്തിന് ഈ ഭീരുക്കളാണ് ഇത്തരത്തിലേക്കുള്ള ഭീഷണിയൊക്കെ മുഴക്കുന്നത്. അതിനകത്ത് ഇതെന്താ ആരെയും പേടിയില്ല. ഇതെന്താ ജനകീയ കോടതി? ആദ്യം ദൈവത്തിന്റെ ജനകീയ കോടതി. സാറിനെന്താ സാറ് ക്വാളിഫൈഡ് ആയ ആളല്ലേ? അവരുടെ ഒരു ആഗ്രഹമല്ലേ, അവർ പറഞ്ഞോട്ടെ. എന്താ ആഗ്രഹം? അതല്ല, ഇതെന്താ ആരെയും പേടിയില്ല. എന്താ ജനകീയ കോടതി? അതായത് യൂണിറ്റി സ്ഥലത്താണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, ഈ സമൂഹത്തിന് ബാധ്യതയായ ക്രിമിനലുകൾ, അത്തരം ക്രിമിനലുകൾക്കും ആരാധകർ, അവരൊക്കെ സൈബർ ഇടങ്ങളിലൊക്കെ അതിനെ ന്യായീകരിച്ചും അവരെ പുകഴ്ത്തിയും മറ്റുമൊക്കെ ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുക. പണ്ടും ക്രിമിനലുകൾക്ക് ആരാധകരൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വളരെ ചെറിയ ആളുകളായിരുന്നു. അവരാരും പക്ഷേ ഇത് തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് പുറത്ത് പറയുകയില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇതൊക്കെ വിളിച്ചു പറയുന്ന ഒരു അഭിമാനം പോലെ കാണുന്ന കുറേ ആളുകൾ. ഇത് എനിക്ക് പറയാനുള്ളത്, ഇന്ന് തള്ളിപ്പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഈ ഗുണ്ടകളെയും ക്രിമിനലുകളെല്ലാം സൃഷ്ടിച്ചത്. നമുക്കറിയാം, ആയെങ്കിലും വിഷയം എടുത്താൽ തന്നെ 2011 മുതൽ 19 വരെ പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സെൽഫ് ഡിഫൻസ് എന്നൊരു ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇങ്ങനെ കുറെ പ്രതിരോധ സേനയെ പോലെ ഇറക്കിയത്. അത് പക്ഷെ കണ്ണൂർ ജില്ലയിൽ നിന്നില്ല, അത് കേരളം മൊത്തം വ്യാപിച്ചു. അതിന്റെ ലാസ്റ്റ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ കൊലപാതക പരമ്പരകൾ നിന്നപ്പോൾ ഈ കൊട്ടേഷൻ പരിപാടിക്കാരെല്ലാം എന്ത് ചെയ്തു? ഈ സ്വർണം പൊട്ടിക്കലും അങ്ങനത്തെ കേസുകളിലേക്ക് പോയി. അപ്പൊ ഇവര് വളർത്തിയ ഒരു സമൂഹം തന്നെയാണിത്. അപ്പൊ ഇവരിന്ന് അവരെ തള്ളിപ്പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വളർത്തി വിട്ടതാരാ? ഇന്നും ഈ കൊട്ടേഷൻ ടീമിന്റെ ബാക്കി പത്രങ്ങൾ ഇവരൊക്കെ ഉണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും ഉണ്ട്. അത് സാറ് ഓർക്കണം. ഇന്ന് ഇവർ തള്ളിപ്പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ടി.പി. ചന്ദ്രശേഖരന്റെ എല്ലാം കൊലക്കേസിന്റെ പ്രതികളെ വീടിന്റെ കുടികൂടൽ നേരെ പോയില്ലേ ഇവർ, ഈ പാർട്ടി നേതാക്കള് ഇല്ലേ? ഇവരിപ്പം സമൂഹത്തിന്റെ മുമ്പിൽ തള്ളിപ്പറയുന്നുണ്ട്, എല്ലാം തള്ളിപ്പറയുന്നുണ്ട്. ഇപ്പൊ മോഹൻദാസിന്റെ വിഷയം വന്നാൽ, മോഹൻദാസിന്റെ വിഷയത്തില് മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് പുറത്തു വന്നവരാ BJP-ക്കാർ. ഇവരാരെ കൂടെയാണ്? ജനങ്ങളുടെ കൂടെയാണോ? അതെനിക്കില്ലയോ? പിന്നെ സർക്കാർ ചെയ്തത് 11 ദിവസം കഴിഞ്ഞു ഒരു വർഗീയ കലാപത്തിന് ഒരു സ്ത്രീകൾക്കെതിരെ ഒരു ഉദ്ദേശം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആ വിദ്യാനെ അറസ്റ്റ് ചെയ്യാൻ 11 ദിവസം. പക്ഷേ VD സതീശന് വരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ 2-ാം ദിവസം പൊക്കി.
ആരെ തൃപ്തിപ്പെടുത്താനാണ് വി ഡി സതീശൻ കൂടെ ചെയ്യുന്നത്? അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? രാഷ്ട്രീയം ഏതും ആയിക്കോട്ടെ, രാഷ്ട്രീയത്തില് ഒരു മന്ത്രിക്കേറെ മാത്രം. ശരി ശ്രീ സന്തോഷ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജേഷ് ആണ് പാലയിൽ നിന്നും. ശ്രീ രാജേഷ്, ഏറ്റവും ഇപ്പോൾ ടി ജി മോഹൻദാസിന്റെ റിമാൻഡ് റിപ്പോർട്ട് നമ്മളിപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി നൽകിയതേ ഉള്ളൂ. ഞാനത് കണ്ട് കൊച്ചുമക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളെ കുറിച്ചാണ്. അഭിപ്രായത്തിനോടൊന്നും അങ്ങനെ ഒരു നല്ലൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് ആയങ്കിയുടെ കാര്യത്തിലാണെങ്കിൽ ശരി, ഇതിപ്പോ എല്ലാ പാർട്ടിക്കകത്തും ഇവർക്ക് പിന്തുണ കൊടുക്കും. ഇവര് ഇതിപ്പം അകത്ത് കിടക്കുന്നൊക്കെ നമ്മൾ പറയാന്നല്ലാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ പുറത്തിറങ്ങി വരും. നമ്മുടെ നിയമ സംവിധാനമല്ലേ. പക്ഷേ ഈ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ കുട്ടികളെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിന്ന് മൊത്തം നമ്മുടെ ന്യൂസ് 18 നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചാനൽ കണ്ടുപിടിക്കുക, ന്യൂസ് 18 ഇന്ത്യ. അവിടെ ജാർഖണ്ഡിൽ ഭയങ്കര പ്രക്ഷോഭമാണ് നടക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു മലയാളം ചാനലിനകത്തും ഇങ്ങനത്തെ വിവരങ്ങളെ കാണുന്നില്ല. പക്ഷെ ആ പ്രക്ഷോഭകാരികൾ ആരും പോലീസിന്, കാരണം ഇവിടെ ജലന്ധർ മന്ദിറിൽ നടന്ന ഒരു 4 ഇരട്ടി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. പക്ഷെ ഒരു കല്ലെടുത്ത് എറിയാവട്ടെ, ഒരു പോലീസിന് തെറി പറയാവട്ടെ. അപ്പം സമരത്തിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ ചൂട് സഭ്യമായ ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സമരം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ന്യൂസ് 18 അങ്ങനത്തെ വാർത്തകൾ കൂടി കൊടുക്കണം എന്ന് എന്റെ അപേക്ഷ. കാരണം ഇവരൊക്കെ ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ്. പക്ഷെ ആ വാർത്തകളൊക്കെ ഒന്ന് ലൈവായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ചു മറിഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. കാരണം ഒരു വേർതിരിവ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനത് ഇന്ന് ഒരു ദേശീയ തലത്തിൽ നടന്ന ഒരു സമരം എന്ന നിലയ്ക്ക് ആ പ്രാധാന്യം ഒരു സംസ്ഥാനത്ത് നടക്കുന്ന സമരത്തിന് അത്രയും പ്രാധാന്യം സ്വാഭാവികമായി കിട്ടില്ല. പക്ഷേ അതിൻ്റെ വാർത്ത നമ്മളും അടക്കമുള്ള ചാനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത ഈ മറ്റേ സമരത്തിന് അത്ര പ്രാധാന്യം, ഓരോ വാർത്തയുടെ പ്രാധാന്യം അനുസരിച്ചാണല്ലോ. ദേശീയ തലത്തിൽ നടന്ന വലിയ സമരം, അതിന് ആ പ്രാധാന്യം വന്നു. ഇതിന് അത്രത്തോളം പ്രാധാന്യം, അത് സമരം മോശമായിരുന്നല്ല ഞാൻ പറയുന്നത്. സമരത്തിന് ചില സമരങ്ങൾ കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിക്കും. അതിൽ അത് ഉന്നയിക്കുന്ന മുദ്രാവാക്യം, അതിൻ്റെ സ്ഥലം, അതെല്ലാം പ്രധാന, പങ്കെടുക്കുന്ന ആളുകൾ ഒക്കെ പ്രധാനമാണ്. ഓക്കെ, ശരി, ഈ വാർത്തയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ശ്രീ ആനന്ദാണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ആനന്ദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവർക്കൊക്കെ ആരാധന പരസ്യമായി പ്രകടിപ്പിക്കുകയും അത് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ചില പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകളടക്കമുണ്ട് ഈ അർജുനായങ്കയെ ന്യായീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ടി ജി മോഹൻദാസിനെയൊക്കെ ന്യായീകരിച്ച് ഫേസ്ബുക്കിലും മറ്റ് ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ എഴുതുന്നവരിലും ആരാധകരായി നിൽക്കുന്നവരിലും എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഗുഡ് ഈവനിങ് സാർ. സാർ, ഞാൻ കണ്ടിട്ട് ഇത് നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇവരിങ്ങനെ പറയുന്നതില് എനിക്ക് അതിശയമാണ് തോന്നുന്ന കാര്യം മറ്റൊന്നുമല്ല. നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ട് വന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെയാണ്. അത് ഒരുപാട് കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണമുണ്ട്. അപ്പൊ ആ ഒരു നമ്മളെന്താ പറയുന്നത്, തിരിച്ച് അവരിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള നമ്മളെ റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം അവരെ ന്യായീകരിക്കാനും കുറെ പോസ്റ്റ് ഇതെന്ന് പറഞ്ഞ് സാറേ ആർക്കും വേണമെങ്കിലും പോസ്റ്റ് ഇടാം. അപ്പൊ അവരെ നേരിൽ വരുന്നില്ല, മുൻപിൽ വരുന്നില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ഇടുക എന്ന് വെച്ചാൽ ആർക്കും വേണമെങ്കിലും പറ്റും. പക്ഷെ അതിന്റെ വാസ്തവം ചിന്തിക്കണം. കാര്യം നമ്മുടെ നാട് എങ്ങനെയാണ് പോകുന്നത്? ഈ രാഷ്ട്രീയ രീതികൾ സാറേ മൊത്തം തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇങ്ങനെയല്ല പബ്ലിക്കിനെ കാണുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ചെയ്യുന്ന ഓരോ ദൈനംദിന പ്രവർത്തനങ്ങളും പൊതുജനങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെ അടക്കം കാണുന്നുണ്ട്. ഇപ്പൊ ചാനലുകൾ തന്നെ ഇപ്പൊ നമ്മള് ടെലികാസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഈ ലൈവ് അന്തരം പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ. അപ്പൊ ഇത് ജനങ്ങൾ കാണുന്നു എന്നൊരു ബോധം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം. അതാണ് ആദ്യം വേണ്ടത്. പക്ഷെ അവര് കരുതുന്നത് അവര് പറയുന്നതാണ് ശരി, തങ്ങൾ പറയുന്നതാണ് എല്ലാം ശരി എന്നൊരു ഒരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഇത് മാറ്റണം സാറേ. ശരി ആനന്ദ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ ഏറ്റവും പുതിയ ടി ജി മോഹൻദാസിന്റെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം കേട്ടല്ലോ. സമൂഹത്തിൽ ഇത്രയും കാലം ജീവിച്ച് ആ പ്രായത്തിൻ്റെതായ പക്വതയെങ്കിലും കാണിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ പോലും പ്രായമില്ലാത്ത പെൺകുട്ടികളെ കുറിച്ചാണ് ഈ അശ്ലീലമൊക്കെയും വിളിച്ചു പറഞ്ഞത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ പ്രദീപിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, ഈ ക്രിമിനലുകൾക്കൊക്കെ ഇത്രയും ആരാധകരോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അതായത് പാർട്ടിയുടെ വ്യത്യാസമൊന്നുമല്ല, പല ആളുകളും ഇവരൊക്കെ പിന്തുണയ്ക്കാനും അവർക്കൊക്കെ ന്യായീകരണം എഴുതാനും അതൊക്കെ പരസ്യമായിട്ട് പറയുന്നതിന് പോലും ഒരു മടിയില്ലാത്ത കുറേ ആളുകൾ, അവരൊക്കെ ഈ സൈബർ ഇടങ്ങളിൽ കിടന്ന് വിളയുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. കുറച്ച് ദിവസം ആയല്ലോ. ഇത് വലിയ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പുള്ളി ഇത് പറഞ്ഞപ്പം മനസ്സിൽ വിചാരിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ത്രീകൾ ആരും ഇല്ലേ, ഭാര്യയും മക്കളും ഒന്നുമില്ലേ?
സ്ത്രീകളെല്ലാം ഒരേപോലെ തന്നെയാണ്. അങ്ങനെ അനാവശ്യങ്ങൾ പറയുമ്പം വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് പുള്ളിയങ്കാട്ടി വഷളായിട്ടുള്ള ആൾക്കാര്, അല്ലെങ്കിൽ അവരൊരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അത് മക്കളുടെ മക്കളാവാനുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളെ പറഞ്ഞ അനാവശ്യം, പിന്നെന്തോ വെടിവെച്ച് കൊല്ലും, ഇതൊക്കെ പറയാൻ പുള്ളിക്ക് ആരും ഇത്ര അവകാശം കൊടുത്തത്? ശരിയായ നടപടിയല്ല. പുള്ളിക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷ തന്നെ കൊടുക്കണം. പ്രായത്തെ മാനിച്ചൊന്നും വെറുതെ ഒന്നും വിടാൻ പാടില്ല. എന്റെ അഭിപ്രായം ഇതാണ്. ആ പ്രായം നൽകിയ എന്തെങ്കിലും ഒരു പക്വത, ഒരു അനുഭവപരിചയം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എവിടെയും കണ്ടിട്ടില്ല. ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് എതിർ കക്ഷികളെ ആക്ഷേപിക്കുന്ന ആക്ഷേപം അവിടെയൊക്കെ ഞാൻ വെക്കാത്തണ്ട് ഇത്രയും വിവരമില്ലേ, വക്കീലാണൊക്കെ പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല, എന്തായാലും വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് കേട്ടിട്ടുണ്ട്. ശരി, ശ്രീ ജെ പി നായരാണ്. ശ്രീ ജെ പി നായർ പൂജപ്പുരയിൽ നിന്നാണ്. ശ്രീ ജെ പി നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പൊതുവെ സമൂഹത്തിന് അറിയാവുന്ന ബോധ്യമുള്ള വിഷയങ്ങൾ പോലും അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇവരെയൊക്കെ പിന്തുണച്ചുകൊണ്ട് കുറേ ആളുകൾ രംഗത്തിറങ്ങുന്നു. അല്ല, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവർക്കും പ്രദർശിപ്പിക്കാനാണ് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇപ്പം ലോകാരാധ്യനായ പ്രധാനമന്ത്രിയെ ഏതെല്ലാം വിധത്തില് ഈ സമരത്തിന്റെ പേരില് പ്രായപൂർത്തി പോലും ആകാത്ത കൊച്ചു പെൺകുട്ടികൾ ഉൾപ്പെടെ ആക്ഷേപിച്ചു. പിന്നീട് അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാണ്, സോറി, ക്ഷമിക്കണം, അതായത് എന്നൊക്കെ പറയുന്നു. അപ്പൊ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ മോഹൻദാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞെന്താണെന്ന് കേട്ടോ? അതെ, അയാൾ പറഞ്ഞ എന്താണെന്ന് മോഹൻദാസ് കേട്ടിരുന്നോ? പിന്നെ തീർച്ചയായും കേട്ടു. അപ്പൊ അതിൽ യാതൊരു കുഴപ്പവും താങ്കൾക്ക് തോന്നുന്നില്ലല്ലേ? സിറ്റുവേഷൻ ആണ്, ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ല. അദ്ദേഹം പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. വായിക്കൂ. താങ്കൾ കേട്ട് വായിച്ച അറിഞ്ഞില്ല എന്ന് ഞാൻ തൽക്കാലം വിശ്വസിക്കാം. കൃത്യമായ വാചകങ്ങൾ തന്നെ വായിക്കാം. അവിടെ ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടക്കും. ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെ ഉള്ളത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. ഡൽഹിയിൽ സമരം ചെയ്ത ഈ ടി ജി മോഹൻദാസിന്റെ കൊച്ചുമക്കളുടെ പോലും പ്രായമില്ലാത്ത ഇന്ത്യയിലെ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ വാചകമാണ്. അങ്ങനെ പറയുന്ന ഒരാളെ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. കാരണം നമുക്കിപ്പം അയാളെ അങ്ങനെ പറഞ്ഞ ഒരാളെ ന്യായീകരിക്കാൻ വരിക എന്ന് പറയുമ്പോൾ അതിനൊരു ഞാൻ പറഞ്ഞത് ഒരു അഭിപ്രായം. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമാണോ? താങ്കൾ പറഞ്ഞോളൂ. ഇതൊക്കെ ഓരോരുത്തരുടെയും ലോജിക്കാണ്. ഞാൻ അത് ലോജിക്കല്ല ശ്രീ ജെ പി നായർ, ഇത് ഉള്ളിൽ കിടക്കുന്ന വിഷമാണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യം, എന്റെ സാംസ്കാരിക തനിമ, എനിക്ക് മറ്റുള്ളവരോടുള്ള പ്രതിബദ്ധത, ബഹുമാനം, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ്. ശ്രീ മോഹൻദാസ് നമ്മളൊക്കെ അറിയുന്നിടത്തോളം അദ്ദേഹം RSSന്റെ ഒക്കെ ഒരു താത്വികാചാര്യനാണ്. അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആണെങ്കിൽ കൂടെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ശ്രീ ജെ പി നായർ, താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പൊതു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന്, ഇനി രഹസ്യമായി പറഞ്ഞാൽ പോലും തെറ്റ്, അത് പോട്ടെ, ഞാൻ രഹസ്യമായിട്ടൊക്കെ പറയുന്ന ആളുകളൊക്കെ കാണും, പക്ഷെ ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പൊതുസമൂഹത്തോട് പറയുകയാണ് ഈ മട്ടിൽ, അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായമാകാനുള്ള കുട്ടികളാണ് അവിടെ സമരം ചെയ്തത്, ആ കുട്ടികൾ എന്ത് ചെയ്തോട്ടെ, അവരുടെ സമരത്തെ അനുകൂലിക്കണമെന്നും എതിർക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരെന്ത് ചെയ്തോട്ടെ, അവരെക്കുറിച്ച് ഇമാതിരി അശ്ലീലം വിളിച്ചു പറയണമെങ്കിൽ എത്രത്തോളം വലിയ വിഷമായിരിക്കും അയാളുടെ ഈ മസ്തിഷ്കത്തിനകത്ത് ഉണ്ടാവുക? അതെങ്ങനെയാണ് താങ്കൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഞാൻ അതിനെയല്ല ന്യായീകരിക്കുന്നത്. അശ്ലീലം ആര് പറഞ്ഞാലും അത് അപലപനീയമാണ്, അതിനകത്തൊരു സംശയവും ഇല്ല. രണ്ട് കൂട്ടർക്ക് രണ്ട് നിയമമൊന്നും പാടില്ല. അതുപോലെയാണോ ഡൽഹിയിലെ സമരം ചെയ്ത കൊച്ചുപിള്ള 10-17 പ്രധാനമന്ത്രി അദ്ദേഹം ജനിച്ചിട്ട് ജെ പി നായർ, ഞാൻ സംശയം ചോദിച്ചോട്ടെ? അല്ലല്ല, എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? താങ്കൾ പറഞ്ഞ് ഡൽഹിയിൽ സമരം ചെയ്ത 10-18 വയസ്സുള്ള കുട്ടികൾ, അവരാരെങ്കിലും സമരം ചെയ്തപ്പോൾ ആരെക്കുറിച്ചെങ്കിലും, പ്രധാനമന്ത്രിയെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഏതെങ്കിലും പറഞ്ഞു? അല്ലല്ല, ഞാൻ പറയല്ല, ഞാൻ അതിനെ ന്യായീകരിക്കുന്നേ ഇല്ല. അവരേതെങ്കിലും ഒരു തെറിയോ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കോ പറയുന്നത് പോലെയാണോ ജീവിതത്തിന്റെ അവസാനത്തോടടുക്കുന്ന 10-70 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു മനുഷ്യൻ വന്നു നിന്നിട്ട് കൊച്ചുമകളുടെ പ്രായമുള്ള പെൺകുട്ടികളെ കുറിച്ച് ഈ മട്ടിൽ പറയുന്നത്? മറ്റേത് അവരവരുടെ ദേഷ്യം കൊണ്ട്, ചെറുപ്രായത്തിൽ കുട്ടികൾ ദേഷ്യം വരുമ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് അധികാരത്തിലിരിക്കുന്ന ആളുകളെ ചിലപ്പോൾ തെറി പറഞ്ഞിരിക്കും, അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അവരെ തിരുത്തണം. പക്ഷെ ഇയാളെ തിരുത്താൻ പറ്റും? നിയമം അനുസരിച്ച് ലോ ഷുഡ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അങ്ങനെയല്ല, ലോ രണ്ടുപേർക്ക് ഒരേ നിയമം ബാധകം അല്ലല്ലോ ശ്രീ ജെ പി നായർ. ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി തെറി പറയുന്നതും ഒരു 70 വയസ്സുകാരൻ വന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ കാണാൻ പറ്റുമോ നിയമത്തിന്?
സ്ത്രീകളെ കുറിച്ച് ഒരാൾ മോശമായി പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരതാംബ എന്നൊക്കെ പറയുന്നതിന്റെ തന്നെ കാരണം നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന് പോലും കൊടുക്കുന്ന ആ സ്ത്രീയുടെ ആ ഒരു പരമോന്നത ബഹുമതിയുടെ പ്രതീകമായിട്ടാണ്. അപ്പൊ സ്ത്രീയെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അമ്മയെ ആക്ഷേപിക്കലാണ്, രാഷ്ട്രത്തെ ആക്ഷേപിക്കലാണ്, സാഹോദര്യത്തെ ആക്ഷേപിക്കലാണ്. അതൊക്കെ തെറ്റ് തന്നെയാണ്, ഒരു സംശയവും ഇല്ല. പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അതിലിപ്പോ ഒരാളെ തെറി വിളിക്കാം, തന്തയ്ക്ക് വിളിക്കാം, ഏത് വിധത്തിൽ വേണേ ആക്ഷേപിക്കാം. താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ ആകെ കൂടിയൊരർത്ഥം വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾ ചെയ്തതിനെ, മോഹൻദാസ് ചെയ്തതിനെ പരോക്ഷമായി ന്യായീകരിക്കുന്ന പോലെയാണ്. ഒരു 10-18 വയസ്സുള്ള കുട്ടികൾ തെറി പറയുന്നതിനെയും 70 വയസ്സ് കഴിഞ്ഞ ഒരാൾ വലിയ സമാധാരണീയനായ പരിപക്വനായ ഒരു വന്ധ്യവയോധികനാണ്. അയാൾ സമാധാരണീയനും പരിപക്വനും ഒന്നും അല്ല. അത് വിട്, സമാധാരണീയനും അല്ല പരിപക്വനും അല്ല, വന്ധ്യവയോധികൻ എന്നത് വേണമെങ്കിൽ അംഗീകരിക്കാം പ്രായം കൊണ്ട്. അല്ലാതെ സമാധാരണീയനും അല്ല പരിപക്വനും അല്ല. സമാധാരണീയനും പരിപക്വനുമായ മനുഷ്യരാരും ഇത്തരം വൃത്തികേടുകൾ പറയുന്നില്ല. എത്രയോ നേതാക്കളുണ്ട് ആ പാർട്ടിയിൽ. ആ പാർട്ടിക്കാരെങ്കിലും ഇങ്ങനെ പറയുമോ? സ്ത്രീവിരുദ്ധമായ ഒരു കമന്റ് ഇപ്പം മോഹൻ ഭാഗവത്ജി പറഞ്ഞാൽ ഉൾപ്പെടെ അതിനെ എതിർക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മോഹൻ ഭാഗവത് ഒന്നും അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരാളല്ല. അദ്ദേഹത്തിനൊക്കെ അദ്ദേഹം ഒരു ഉത്തരവാദപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അല്ല, അദ്ദേഹം പറഞ്ഞാൽ എതിർക്കണമെന്ന് പറഞ്ഞാൽ മോഹൻ ഭാഗവത് ഒന്നും അങ്ങനത്തെ അഭിപ്രായം പറയുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അതിനെ ഈ ടി.ജി. മോഹൻദാസുമായിട്ട് മോഹൻ ഭാഗവതിനെ ഒന്നും കൊണ്ട് കമ്പയർ ചെയ്യരുത്. ആ പാർട്ടിക്ക് നാണക്കേടാണ്, എല്ലാവർക്കും നാണക്കേടാണ്. അദ്ദേഹം പറഞ്ഞാൽ പോലും നമ്മൾ എതിർക്കണം. അതാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം അതാണ്. ഇപ്പൊ കൗരവ സഭയിൽ നഗ്നയാക്കപ്പെട്ട പാഞ്ചാലി, അവളുടെ ആ വിലാപമാണ് പിന്നെ എന്താ പറയുന്ന ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് പോലും വഴിതെളിച്ചത്. കാരണം നമ്മളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീയെ ബഹുമാനിക്കുന്ന സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് ആര് എന്ത് വിഘ്നം വരുത്തിയാലും ശരി അപലപനീയമാണ്. പക്ഷെ 2 നിയമങ്ങൾ പാടില്ല. എന്ത് 2 നിയമം ശ്രീ ജെ പി നായർ? ഞാനത് ആവർത്തിച്ച് ചോദിച്ചു, എന്ത് 2 നിയമം? 10-18 വയസ്സുള്ള പിള്ളേർ തെറി പറയുന്നതും 75 വയസ്സുള്ള നിങ്ങൾ ഈ പറയുന്ന പരിപക്വൻ എന്നൊക്കെ പറഞ്ഞാൽ 2 തെറി പറയുന്നത് ഒരുപോലെയാണ്? രണ്ടും ഒരുപോലെയല്ല. ലേഡി എന്തൊക്കെയാണ് പറഞ്ഞത്, എന്നിട്ട് അവർ ഇപ്പോഴും കിടന്ന് ഷൈൻ ചെയ്യുന്നില്ലേ, പൊളയുന്നില്ലേ? അവർക്കെതിരെ എന്ത് നിയമമാണ്? എത്ര FIR അവർക്കെതിരെ ഈ സ്റ്റേറ്റ് മൊത്തം ഫയൽ ചെയ്തു, എന്നിട്ട് കേസെടുക്കാത്തത്? അപ്പൊ നമ്മൾ സൗകര്യപൂർവ്വം നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഒരു രാഷ്ട്രീയമൊന്നുമല്ല. ഇതിനകത്ത് എന്ത് രാഷ്ട്രീയം? ഈ മോഹൻദാസിനൊക്കെ എന്ത് രാഷ്ട്രീയം? അശ്ലീലം വഷളത്തരം പറയുന്ന എന്ത് രാഷ്ട്രീയം? അയാൾക്ക് ഒരു രാഷ്ട്രീയമില്ല. വഷളത്തരം ഇവിടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എത്രയോ രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇത്ര നാട്ടിൽ വൃത്തികേട് എന്റെ ഓർമ്മയിൽ അടുത്ത കാലത്ത് കേരളത്തിലെ മാത്രമാണ് എന്ന് പറഞ്ഞ മന്ത്രിമാരില്ലേ? ശ്രീ ജെ പി നായർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മോഹൻദാസ് പറഞ്ഞ പോലെ വഷളത്തരം എന്റെ അറിവിൽ ഈ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടിയുടെ നേതാവും പറഞ്ഞിട്ടില്ല. ബലാത്സംഗം ചെയ്യണം എന്നൊക്കെ പറയുന്നത് അത് വിവരക്കേടാണ്, അതിനകത്തൊരു സംശയവും ഇല്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറയുന്ന 2 നിയമങ്ങൾ പാടില്ല. താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് ഇങ്ങനെ അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഒരു ചെറിയ ബാധ്യത താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നു. ശരി, ഇല്ല, ഒരിക്കലും ഇല്ല. തെറ്റ് ചെയ്യുന്നതും തെറ്റാ. ഞാൻ എന്റെ സംസ്കാരത്തെ, എന്റെ നാടിനെ, എന്റെ അമ്മയെ. ശരി, എന്നാലും പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നുള്ള അവർ തീരുമാനിച്ചോട്ടെ, ഞാൻ വിടുന്നു. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ടി.ജി. മോഹൻദാസിനെ പോലെ ഒരാൾ വിളിച്ചു പറഞ്ഞ അശ്ലീലം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത അശ്ലീലങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാളുടെ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. പെൺകുട്ടികളെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന എത്ര വലിയ മനുഷ്യനായാലും വ്യക്തി ആയാലും അത് തെറ്റ് തന്നെയാണ് സാർ. അത് കൂടാതെ തന്നെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെ ആക്ഷേപിക്കുന്നതും അവർക്ക് കൂട്ടുനിൽക്കുന്നതും വളരെ മോശമായിട്ടുള്ള രീതിയാണ്. അവരെ തിരുത്താനാണ് സാർ നോക്കേണ്ടത്. അവർ വീണ്ടും തെറ്റിലേക്ക് പറഞ്ഞു വിടാനായി സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ വീണ്ടും തെറ്റിലേക്ക് പോവുകയാണ്. അവരെ തിരുത്തണം സാർ. അതിന് പകരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ലൈക്ക് അടിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ വീണ്ടും പഴയ വഴി തന്നെ പോയാൽ മതി എന്ന് പറയുന്നത് തെറ്റാണ് സാർ. ഇത് ഏതായാലും വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ചന്ദ്രൻ നായരാണ് പ്രതികരിച്ചത്. ശ്രീ റിയാസ് ആണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റിയാസ്, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ച JP നായർ, പൂജപ്പുര എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ, കുറച്ച് നേരത്തെ സംസാരിച്ചില്ലേ? ഹലോ റിയാസ്, ഹലോ, കേക്കോ? പറഞ്ഞോളൂ, കേൾക്കാം. പിന്നെ JP നായർ എന്ന് പറഞ്ഞ് പൂജപ്പുരയെന്ന് വിളിച്ച പുള്ളിക്കാരനെ, പുള്ളി പറയണത് എന്താണെന്ന് പുള്ളിക്ക് പോലും അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പുള്ളി പിന്നെ വളരെ വ്യക്തമായിട്ടാണ് പുള്ളി കാര്യങ്ങളൊക്കെ പറയണം. അതായത് ഒരു ഷർട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ കോളർ പിന്നെ പോരാ, കൈയിന് നീളം പോരാ, പിന്നെ ബട്ടൺസ് കൊള്ളിയല. പക്ഷെ ഓരോന്ന് ഓരോന്ന് എടുത്ത് പറയുമ്പോൾ അതൊന്നും കൊള്ളിയല. പക്ഷെ പുള്ളിക്ക് ഷർട്ട് ഇഷ്ടമാണ് എന്ന് പറയുന്ന പോലെ പുള്ളി പറയണത്. പുള്ളിയുടെ പറ്റേത്തന്നെയാണ് ഈ പൂജപ്പുര ജയില് പറ്റിയതായത് കൊണ്ടാണോ ഇത്രയും വലിയ വികാരം, അങ്ങോട്ട് പോകാനുള്ള വികാരമാണെന്ന് അറിയാൻ പാടില്ല. ഈ മോഹൻദാസിനെയൊക്കെ
സപ്പോർട്ട് ചെയ്യുന്ന ആ മനുഷ്യന്റെയൊക്കെ ഇപ്പോഴത്തെ ഒരു സമനിലയാണ് ഞാൻ ചിന്തിക്കുന്നത്. പുള്ളിയുടെയൊക്കെ വീട്ടില് പിന്നെ ഒരു കൊച്ചിന് ജോലിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ നമ്മളെ വ്യക്തിപരമായി പറയണ്ട, ഒരാൾ പറഞ്ഞതിനെതിരെ അല്ല ഞാൻ അതല്ല പുള്ളിയുടെ വീഡിയോ അതല്ല, ഒരാൾ ഒരു തെറ്റ് ചെയ്തതിന് വീട്ടിലിരിക്കുന്ന ആരും ശരി. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബ് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് ആരുടെ അഭിപ്രായത്തിനെതിരെയും ശക്തമായി തന്നെ സംസാരിക്കുക, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. രാഷ്ട്രീയമായോ അല്ലാത്തതൊക്കെ അഭിപ്രായം പറയാം. പക്ഷേ വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇത് അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിലേക്ക് ഇനി അങ്ങനെയൊന്നും പറയാൻ അദ്ദേഹം ഉദ്ദേശമൊന്നുമില്ലെന്ന് എനിക്കറിയില്ല. ഇനി ചിലപ്പോൾ അങ്ങനെയൊന്നും ആവരുത് എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശമൊന്നും കാണില്ല. ഇനി ആയാലും ഒരു ജാഗ്രത പുലർത്തണം എന്നൊരു അഭ്യർത്ഥന മാത്രം വെക്കുകയാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കാം. ഷിജു കിരിയത്ത് പറയുന്നു, ഡു യു ഹാവ് കോൺടാക്ട് വിത്ത് റെഗുലർ കോളേജ് ലൈക്ക് കൃഷ്ണ, തിലകൻ, തൃപ്പൂണിത്തറ എക്സെട്ര എന്ന് ചോദിക്കുന്നു. അങ്ങനെ സ്ഥിരം വിളിക്കുന്ന ആളുകളുമായി ഈ പൊതുവേദിയിൽ വിളിക്കുന്നതല്ലാതെ നേരിട്ട് വ്യക്തിപരമായി അങ്ങനെ ഭൂരിപക്ഷം വരെ അറിയില്ല. ചില അപൂർവം ചില ആളുകളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളെ അല്ലാതെ വിളിക്കാറുണ്ട്, അതും അങ്ങനെ അറിയാം എന്നുള്ളതല്ലാതെ ഈ ഇതിലൂടെ കണ്ട് ക്യാമറയിലൂടെ കണ്ട് സംസാരിച്ചുള്ള പരിചയമാണ് പലരുമായിട്ടുള്ള വ്യക്തിബന്ധമൊക്കെ. ഇത് രണ്ടും രണ്ടല്ലേ, ഹെഡിങ് മാറ്റണ്ടേ എന്നൊക്കെ സജീവ് മിത്തു ചോദിക്കുന്നു. രണ്ടും രണ്ട് തരത്തിലുള്ള കേസുകളാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ പൊതുവായി ഇത്തരം ക്രിമിനലുകൾക്ക് ആരാധകരുണ്ടാവുന്നു. അത് അർജുനായങ്കിക്കായാലും ടി ജി മോഹൻദാസിനായാലും ആരാധകരുണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൂഹം തള്ളിക്കളയേണ്ട ആളുകൾക്ക് ആരാധകരുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സൈബർ ഇടങ്ങളിലെ ആരാധകരുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏത് നാവ് കൊണ്ടാണ് ഇത് രണ്ട് മനുഷ്യരെയും ഒരുപോലെ പറയുന്നത് എന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നു. രണ്ട് മനുഷ്യരെയും ഒരുപോലെ പറഞ്ഞതിൽ ഏത് അർത്ഥത്തിലാണെന്ന് വളരെ വിശദമായി തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു. എന്താ സ്വർണം പറിക്കാരനെ ടി ജിയോടെ എങ്ങനെ താരതമ്യം ചെയ്യും? ഒരിക്കലും കഴിയില്ല. രണ്ടുപേരും രണ്ട് തരത്തിലുള്ള, ഒരാൾ ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്ന ആളാണ്, മറ്റയാൾ തലച്ചോറ് കൊണ്ട് വഷളത്തരം പറയുകയും, ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മറ്റതിനേക്കാൾ ഭീകരമാണ് എന്ന് പറയേണ്ടി വരും. ഒരാൾ ക്രിമിനൽ ആവുന്നതിൻ്റെ പശ്ചാത്തലമോ അല്ലെങ്കിൽ ക്രിമിനൽ ചെയ്യുന്ന അവർക്ക് ശിക്ഷ കൊടുത്ത് നന്നാക്കാം. പക്ഷേ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഇത്തരം വൃത്തികേടിൽ പറയുന്നവരെ എന്ത് ചെയ്ത് നന്നാക്കാൻ പറ്റുമെന്ന് പോലും സംശയമാണ്. എടോ കിരൺ ബാബു അശ്ലീലമെന്നും പറയുന്ന ആളെന്നുമല്ല ടി ജി മോഹൻദാസ് കേട്ടോ, തൻ്റെ ചാനലിൻ്റെയും അത്രയും വിഡ്ഢിത്തരങ്ങളും അർദ്ധസത്യങ്ങളും ടി ജി മോഹൻദാസ് പറയില്ല കേട്ടോ കിരൺ ബാബു എന്നൊക്കെ മനോജ് കുമാർ പറയുന്നു. എടോ കിരൺ ബാബു എന്നൊക്കെ വിളിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പച്ച അശ്ലീലം പറയുന്ന ആളാണ് ശ്രീ മനോജ് കുമാർ ടി ജി മോഹൻദാസ്. അദ്ദേഹം ഇതിനു മുമ്പും പലതവണ സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം വൃത്തികേടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വർഗീയത, നാവിൽ നിന്ന് വർഗീയ വിഷം നിരന്തരം തുപ്പുന്ന ആളാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം, ഒരു സ്ലിപ്പ് ഓഫ് ടങ്ങിൽ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവമൊന്നുമല്ല. സ്ഥിരമായി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആരാധകരൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായത്, അല്ലാതെ അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഇങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുത്തി എഴുതിയാൽ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ അഭിപ്രായം മാറ്റുമൊന്നുമില്ല. ഇത് വ്യക്തമായ അഭിപ്രായം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ ടി ജിയുടെ ജനപ്രീതി കൂട്ടാൻ ഉപകരിക്കുമെന്ന് ഡൊണാൾഡ് ഡക്ക് പറയുന്നു. അത് ശരിയാണ്. ഇങ്ങനെയൊക്കെ വൃത്തികേട് കാണിച്ചാൽ ടി വി, ഇപ്പോൾ തൊപ്പിയൊക്കെ എങ്ങനെയാണ്, തൊപ്പി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവൻ വാ തുറന്നാൽ തെറി മാത്രമാണ് പറയുന്നത്. പക്ഷേ അവന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരായ ആരാധകരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജനപ്രീതി കൂടുമെന്ന് കരുതി ഇവരുടെ തെറ്റല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ കൂട്ടുന്നവരുണ്ട്. ഓൺലൈനിലൊക്കെ തുണി ഉരിഞ്ഞ് കാണിച്ചാൽ ആൾ കൂടും എന്ന് പറഞ്ഞിട്ട് ലൈക്കും ഷെയറും കൂടുന്നതുകൊണ്ട് ഇവരെല്ലാം പിന്തുണയ്ക്കുന്നതാണെന്ന് കരുതില്ല. അങ്ങനെയൊക്കെ പലതരത്തിലെ വൃത്തികേടുകൾ കാണിച്ച് ലൈക്കും ഷെയറും ഒക്കെ മേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ടി ജി മോഹൻദാസ് ആയാലും ഇനി അർജുനായങ്കി ആയാലും അല്ലെങ്കിൽ തൊപ്പി ആയാലും ഇനി മറ്റാരെങ്കിലും ആയാലും. മോഹൻദാസ് ഒരു വർഗീയവാദിയും സ്ത്രീവിരുദ്ധനുമാണ്, ഇയാളെ പണ്ടേ പൊക്കി ജാമ്യമില്ലാത്ത വകുപ്പുപ്രകാരം അകത്തിടേണ്ടതാണെന്ന് ജയകുമാർ പറയുന്നു. രാധാകൃഷ്ണൻ ചാത്തന്നൂരിന് കൈയടിക്കുന്നു ഷിജു കിരിയത്ത്. സന്തോഷ് ഡെവിൾ പറയുന്നു ടി ജി ദ കിങ് എന്നാണ് പറയുന്നത്. അല്ല, സനാതനി ഡെവിൾ, സനാതനി ഡെവിൾ, അത് കൊള്ളാം, നല്ല പേരാണ് സനാതനി ഡെവിൾ. എന്നാലും സ്വന്തം പേര് പുറത്ത് പറയാൻ ഇത്രത്തോളം നാണക്കേട് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള സനാതനി ഡെവിൾ എന്നൊന്നും എന്തായാലും ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിക്ക് പേരിടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശശിധരൻ പിള്ള തുടക്കത്തിലെ വാങ്ങിക്കൂട്ടുമോ എന്നൊക്കെ ജയകുമാർ ചോദിക്കുന്നു. വെയിറ്റിംഗ് ഫോർ ബാലകൃഷ്ണൻ ജസ്റ്റിഫൈയിങ് മോഹൻദാസ് എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. അങ്ങനെ ഷിജു കിരിയത്ത് മോഹൻദാസിനെ ബാലകൃഷ്ണൻ അങ്ങനെ കാണരുത്. ബാലകൃഷ്ണൻ കടുത്ത സംഘപരിവാർ അനുകൂലിയൊക്കെയാണ്. പക്ഷേ അദ്ദേഹം ചില ഘട്ടത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളൊന്നും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്കാര്യത്തിലൊക്കെ എതിർപ്പ് പറയുന്ന ആൾ കൂടിയാണ്. രാഷ്ട്രീയമായി ഓരോരുത്തരും ഓരോ ഘട്ടത്തിൽ ഓരോ രീതിയിലാണല്ലോ നിൽക്കുന്നത്. അവരുടെ രാഷ്ട്രീയത്തെ അവർ ന്യായീകരിക്കും. പക്ഷേ ഇതിനെ ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹം വിളിക്കുമായിരിക്കും. നമുക്കപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം. പിന്നെയും കമൻറ്റുകൾ കുറേ കൂടിയുണ്ട്. നമസ്കാരമൊക്കെയാണ് പറയുന്നത്. നടക്കാൻ പോലും വയ്യാത്ത ഇയാൾ എന്താ ഇങ്ങനെയെന്ന് പറയും. നടക്കാനാവോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല വിഷയം, അയാളുടെ നാവിൽ നിന്ന് വരുന്നത് വൃത്തികേടാണ് എന്നുള്ളതാണ്. ഇന്നലെ തന്നെപ്പറ്റി പറഞ്ഞാൾക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്നലെ മനുവും കൊടുത്തു എന്ന് ജയകുമാർ പറയുന്നു. പിന്നീട് നമസ്കാരം, വഷളത്തരത്തിന് കമൻറ്റ് ക്യാപ്ഷൻ കൊള്ളാം എന്ന് അമ്പാടി പറയുന്നു.
അതോടൊപ്പം തന്നെ അയങ്കി ആരെങ്കിലും ന്യായീകരിക്കുന്നത് കേട്ടിട്ടില്ല, പക്ഷേ TJ ന്യായീകരിക്കുന്ന ആവോളം കേട്ടിട്ടുണ്ട് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ. അജിത് കുമാർ മാറോളിയാണ് പറയുന്നത്. അജിത് കുമാർ, അയങ്കിയെ CPM ഔദ്യോഗികമായി ആരും ന്യായീകരിച്ചിട്ടില്ല, തള്ളി പറഞ്ഞു എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അണികൾ പലരും അയങ്കിയെ ന്യായീകരിച്ച് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം നിറയെ പോസ്റ്റുകളുണ്ട്, ലൈക്ക് അടിക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, അവരൊക്കെ ചെയ്യുന്നുണ്ട്. BJP പക്ഷേ പരസ്യമായി ആദ്യം തള്ളിക്കളഞ്ഞതാണ് മോഹൻദാസിനെ. പക്ഷേ ഇന്നലെ മുദ്രാവാക്യം വിളിക്കാനും ഇന്ന് പിന്തുണയ്ക്കാനും ഒക്കെ BJP തയ്യാറായി. അത് ആ രാഷ്ട്രീയം താങ്കൾ ചൂണ്ടിക്കാട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ രണ്ടുപേരും രണ്ടു തരം കുറ്റം ചെയ്തവരാണ്. പക്ഷേ നിയമം അനുശാസിക്കുന്ന കുറ്റം ഒരിക്കലും പ്രിവിലേജ് നോക്കി ചുമത്തരുത്. RSSന്റെ സഹയാത്രികൻ പറഞ്ഞത് രാജ്യത്തെ യുവജനങ്ങളെ അല്ലേ അവമാനിച്ചത്, ഗുണ്ടകളെ വരെ ഉള്ളൂ, ബാക്കി എന്താണെന്ന് ബാബു മങ്കരയാണ്. നമ്മൾ ആരെയും ചീത്ത പറയാറല്ലോ, അഭിപ്രായം പറയാം, അത് സിംപിളി പൊളിറ്റിക്സ്, വ്യക്തിബന്ധം അതല്ലല്ലോ എന്ന് സുനിൽകുമാർ പറയുന്നു. മോൻസക്ക് പറയുന്നു, കിരൺ നമസ്കാരം, അയങ്കിയെപ്പോലുള്ള ക്രിമിനലിനെ ഒരു കാരണവശാലും വിട്ടുകളയരുത് എന്ന് പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു, എനിക്ക് തന്നാൽ ഞാൻ വാങ്ങിക്കൂട്ടും ജയകുമാർ, പക്ഷേ കൃത്യമായ മറുപടിയും കൊടുക്കുമെന്ന് പറയുന്നു. മുരളീധരൻ, മതേതരവാദി മദനിയെ കാണാൻ കോയമ്പത്തൂർ ജയിലിൽ പോയി ജയലളിത പോലീസ് ഇറക്കി ഓടിച്ചു വിട്ടവരല്ലേ കേരളത്തിൽ മാറി മാറി ഭരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ശ്രീ മുരളീധരൻ നായർ, താങ്കൾ മദനിയുടെ ഏതെങ്കിലും കേസിൽ അദ്ദേഹത്തിന് എൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഹിസ്റ്ററി എടുക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് വേണം അത്തരത്തിൽ പറയാൻ. നമുക്ക് പല കേസിനും പലരും അകത്താവാം ഒക്കെ ഉള്ള പല സാധ്യതകളുണ്ട്. അതെല്ലാം എന്തായാലും തൽക്കാലം അത് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അയങ്കി ഒരു രാഷ്ട്രീയ പാർട്ടി ന്യായീകരിച്ചിട്ടില്ല, പക്ഷേ TJ BJP ന്യായീകരിച്ചിട്ടുണ്ട്, അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ആയെങ്കിൽ ന്യായീകരിക്കുന്ന എത്രയോ പേരുണ്ട്, അവരെപ്പറ്റി വല്ലതും പറയാനുണ്ടോ എന്ന് ശശിധരൻപിള്ള ചോദിക്കുന്നു. സുൽകുമാർ പറയുന്നു, മോഹൻദാസിനെയും ആയെങ്കിലും രണ്ട് വിഷയമാണ്, പിന്നെ ന്യൂസ് 18 രണ്ടും ഒന്നാക്കിയാലേ റീച്ച് കിട്ടും. മോഹൻദാസിനെ ഞാൻ ന്യായീകരിക്കില്ല, പക്ഷേ ഇത് രണ്ടും രണ്ട് വിഷയമാണ്. സുൽകുമാർ, അത് രണ്ട് വിഷയമാണെങ്കിലും ഇതിൻ്റെ സമാനത ഇതാണ്. ഒരാൾ ക്രിമിനലായി നിൽക്കുന്നു, അയാൾക്ക് രണ്ടുപേരും ക്രിമിനലുകൾ സ്വഭാവമുള്ളവർ തന്നെയാണ്. അയാൾ അല്ലെങ്കിൽ കൊട്ടേഷനോ അല്ലെങ്കിൽ സ്വർണം പിടിച്ചു പറയുകയോ അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നു. അയാളെ പിന്തുണയ്ക്കാൻ കുറേ ആളുകൾ, വായിൽ നിന്ന് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയാത്ത തരത്തിലുള്ള വഷളത്തരങ്ങൾ വിളിച്ചു പറയുന്ന മറ്റൊരാൾ, അയാളെ ന്യായീകരിക്കാനും കുറേ ആളുകൾ. അങ്ങനെ ഇത്തരക്കാരെ ന്യായീകരിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടിനെ ഒന്നാക്കിയല്ല, രണ്ട് കുറ്റവും ഒരേ കുറ്റമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഗുണ്ടകളെ സൃഷ്ടിക്കുന്ന നമ്മുടെ ഭരണകൂടം തന്നെയാണ്. സുഗതൻ കാപ്പ കേസ് നേരിടുമ്പോൾ ജയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നു, കഷ്ടമെന്ന് ബാബു മങ്കര പറയുന്നു. സതി ബാബുരാജ് പറയുന്നു, കിരൺ ഇതിലും വലുത് പറഞ്ഞ ആളുകൾ വിലസി നടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ വിലസി നടക്കുന്നുണ്ടാവും സതി. ഇപ്പോൾ എല്ലാ കള്ളന്മാരും എപ്പോഴും പിടിക്കപ്പെടണമെന്നില്ല, പക്ഷേ ചില കള്ളന്മാർ പിടിക്കപ്പെടുന്നതുകൊണ്ട് ബാക്കിയുള്ള കള്ളന്മാരെ പിടിച്ചിട്ട് എന്നെ പിടിച്ചാൽ മതി എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അയങ്കിയെയും TJയും ഒരുപോലെ കാണുന്ന വിചിത്രമെന്നേ പറയാനുള്ളൂ. ഇതിന് മറുപടി നേരത്തെ പറഞ്ഞാണ്, നന്ദകുമാർ P ആണത് പറഞ്ഞിരിക്കുന്നത്. സഖാവ് കിരൺ സഖാക്കളെ വിമർശിച്ച് കേട്ടിട്ടുണ്ടോ എന്നെങ്കിലും എന്ന് ചോദിക്കുന്നു ശശിധരൻപിള്ള. ശശിധരൻപിള്ളയ്ക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, എനിക്കതിലൊന്നും യാതൊരു കുറ്റവുമില്ല. ഇപ്പോൾ ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് സാമാന്യ ബുദ്ധി പ്രയോഗിച്ചാൽ ഈ പ്രശ്നമില്ല. ആയെങ്കിയെ കൊണ്ട് എല്ലാ കാര്യത്തിലും നേടിയിട്ട് കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ CPM അയാളെ ഉറ്റുകൊടുത്തു എന്ന് ജയകുമാർ പറയുന്നു. എന്ത് ന്യായീകരണം, പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയുന്നതിന് ഏത് തരത്തിലുള്ള അഭിപ്രായമാണുള്ളത് മിസ്റ്റർ നായർ എന്ന് ചോദിക്കുന്നു. മോഹൻദാസിനെ ന്യായീകരിക്കുന്ന BJP-ക്കാരാണ്, ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെയുള്ള BJP-ക്കാർ എങ്ങനെയുള്ളവരാണ് എന്ന് മോൻസാക്ക് പറയുന്നു. മണിയാശാൻ ചെറുപ്പമല്ലേ എന്ന് പ്രമോദ് നാണു ചോദിക്കുന്നു. വെറും 28 വയസ്സിൽ 25-ലധികം കേസുകൾ, എന്നിട്ടും വെല്ലുവിളി എന്ന് സുൽകുമാർ പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു, സയ്യിദ് ശശികലയുടെ കാര്യമാണ് ജയകുമാർ അന്വേഷിക്കുന്നത്. താടിക്കാരെ ആയെങ്കിയെയും TJയെയും ഒരേ തരത്തിൽ കാണുന്ന നിങ്ങളോടൊക്കെ എന്ത് പറയാനാണെന്ന് മണിക്കുട്ടൻ നായർ ചോദിക്കുന്നു. മണിക്കുട്ടൻ നായർക്കുള്ള മറുപടി കിട്ടി കാണും എന്ന് ഞാൻ നേരത്തെ വിശദീകരണം നൽകിയിരുന്നു, അതാണ് പ്രതീക്ഷിക്കുന്നു. ഭക്ഷണത്തിലും അശ്ലീലമൊക്കെ ഉളുപ്പില്ലാതെ പറഞ്ഞ സംഘി മോഹൻദാസിനെ പുറത്തുവിടരുത്, ആയെങ്കിയെയും പാഠം പഠിപ്പിക്കണമെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. DG അറസ്റ്റ് ചെയ്യാൻ, എനിക്കൊന്ന് TJ എന്നായിരിക്കും, TJ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നെഞ്ചുവേദന കാണിച്ച് അഭിനയിച്ചില്ല, അയാൾ ചിരിച്ചു കാണിക്കുന്നു എന്ന് പറയുന്നു. TJയ്ക്കോടുകൂടി തീയൊക്കെ ഇട്ടേക്കുന്നത് സമ്മതിക്കണം കേട്ടോ. ശ്രീ സിബിൻ KM ആണ്. സിബിൻ KMന് ഈ ചിലപ്പോൾ TJയുടെ അഭിപ്രായത്തോട് യോജിപ്പുള്ള ആളായിരിക്കും, അതേ മാനസികാവസ്ഥയും തലച്ചോറുള്ള ആ നിലവാരത്തിൽ നിൽക്കുന്ന ആളായിരിക്കും. മോഹൻദാസിനെ പിടികൂടാൻ 11 ദിവസം എടുത്താൽ ദുരൂഹതയുണ്ട്, ഇവിടെ നിന്നുള്ള സമ്മർദ്ദമാണ് അതിന് കാരണമെന്ന് ചിന്തിക്കണം. AK കൃഷ്ണൻകുട്ടിയാണ്. കലിപ്പൻ, പ്രത്യേക മതക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വന്ദേമാതരം പാടില്ല പോലും, അതിനെക്കുറിച്ച് ചർച്ച വേണ്ടേ അന്തം മാപ്ര എന്ന് ചോദിക്കുന്നു. ഇനിയെങ്കിലും വിഷയം പേരിന് മാത്രമായെങ്കിൽ എന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സദ്ദാം ഹുസൈന് വേണ്ടി കേരളത്തിൽ പ്രാർത്ഥന നടത്തിയത് മതേതരമാണല്ലോ അല്ലേ എന്ന് പറയുന്നു. മോഹൻദാസിനെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ക്രിമിനൽ എന്ന് പറയുന്നത്, എന്തെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടോ, ആയെങ്കിൽ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. സുനിൽകുമാർ ഇതൊന്നും കേട്ടിട്ട് താങ്കൾക്ക് ഇയാൾ പറയുന്നതൊന്നും കേട്ടിട്ട് അയാൾ ക്രിമിനൽ കേസിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നില്ല എങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ട് താങ്കൾക്ക് തോന്നുന്നില്ല. എന്തിനാ റിമാൻഡ് റിപ്പോർട്ട് ഒന്നും വായിക്കണ്ടല്ലോ, താങ്കൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് യൂട്യൂബിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തെക്കുറിച്ച്. അതിന് പ്രത്യേകിച്ച് വേറെ എങ്ങും പോകേണ്ട കാര്യമൊന്നുമില്ല.
Kiran is supporting the comments made by Gen X at Gender Mother, so I guess his own kids must be talking the same way at the home too എന്ന് പറയുന്നു. ശ്രീ ഡൊണാൾഡക്ക് എൻ്റെ കുട്ടികൾ എൻ്റെ വീട്ടിൽ തെറി പറയുമോ ഇല്ലയോ എന്നുള്ളത് അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ ഈ സമൂഹത്തിൽ തെറിയും കൂടെ കേട്ട് തന്നെയാണ് വളരുന്നത്. ആ തെറി കേട്ട് വളരണം, അവർക്കും അത്യാവശ്യം തെറി പറയാനൊക്കെ അറിയണമെന്ന് തന്നെ കരുതുന്ന ആളാണ് ഞാൻ. അല്ലാതെ തെറി കേൾക്കാതെ വളരുകയും തെറി ഒരിക്കലും പറയാതിരിക്കുകയും അങ്ങനെയൊന്നും വളരേണ്ട. കുട്ടികൾ ചിലപ്പോൾ തെറി പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ തെറി കേട്ടെന്നൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഈ സമൂഹത്തിൻ്റെ അതെല്ലാം ഉള്ളതാണ്. അതിൽ നല്ലതും ചീത്തയൊക്കെ അവർ തിരിച്ചറിയണം. അത് കേൾക്കാതെ മാറ്റി നിർത്തിയൊന്നും അല്ല ഇതൊന്നും തിരിച്ചറിയേണ്ടത്. അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ വളരെ തിരുത്തണം. പക്ഷേ കുട്ടികൾ ചെയ്ത തെറ്റും ഈ മോഹൻദാസ് ചെയ്ത തെറ്റിനെയും സമീകരിക്കാനേ കഴിയില്ല. 17-18 വയസ്സുള്ള കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു തെറി വന്നു പോയാൽ അത് ആ പ്രായത്തിൻ്റെ തിളപ്പിൽ ആ വന്നുപോയ തെറിയാണ്. അവരെ തിരുത്താൻ കഴിയും. പക്ഷേ ഈ 70-75 വയസ്സായി നിൽക്കുന്ന ടി ജി മോഹൻദാസിനെ തിരുത്താനൊന്നും കഴിയില്ല. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോധപൂർവം തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റൊരു വികാരം കൊണ്ട് പറയുന്നതായിരിക്കും. കുട്ടികൾ രണ്ടും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഡൊണാൾഡ് ഡക്ക് എന്ന് പേര് വേറെ വല്ലതും ആയിരിക്കും. സ്വന്തം പേര് പറയാൻ അച്ഛനും അമ്മയിട്ട പേര് പറയാൻ എന്തോ നാണക്കേടുകൊണ്ടായിരിക്കും അദ്ദേഹം ഡൊണാൾഡ് ഡക്ക് എന്നൊക്കെ പേരിട്ടേക്കുന്നത്. അതെനിക്കറിയില്ല. എന്തായാലും കുറേയേറെ കമൻറ്റുകൾ ഇന്നുണ്ട്. ബിജു രാമേന്ദ്രൻ പറയുന്നു, ഒന്ന് പോടോ, താൻ കണ്ടിട്ടുണ്ടോ അദ്ദേഹം അശ്ലീലം പറയുന്നത്, വർഗീയത പറയുന്നത്? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് ഇയാൾ അശ്ലീലത പറയുന്നത്. അതെല്ലാം ഇപ്പോഴും യൂട്യൂബിലൊക്കെ ആവശ്യം പോലെ കിടപ്പുണ്ട്. അതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എന്താണ് പേര്, ബാബു രാമചന്ദ്രൻ. ഡൊണാൾഡൊക്കെ അത് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അന്തമാപ്ര 18 വയസ്സുള്ള പിള്ളേർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അസംഭവം പറയുന്നതാണ് അൽ കേരളത്തിൽ തനത് സംസ്കാരം എന്ന് കലിപ്പൻ പറയുന്നു. കലിപ്പൻ വല്ലാത്ത കലിപ്പിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പിന്നെയും ഒരുപാട് കമൻറ്റുകൾ ഉണ്ട്. നമുക്ക് എന്തായാലും ബാക്കി കമൻറ്റുകളൊക്കെ പിന്നീട് വായിക്കാം. എന്തായാലും ഒരു ചെറിയ ഇടവേള ശേഷം വീണ്ടും ചർച്ച തുടരും. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ടക്കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, അത് അർജുൻ ആയെങ്കിയായാലും ടി ജി മോഹൻദാസ് ആയാലും രണ്ടു തരത്തിൽ സമൂഹത്തിന് ബാധ്യതയായ രണ്ടുപേർ. പക്ഷേ ഇവരെയൊക്കെ പോലീസ് പൊക്കുമ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് കുറേ ആളുകൾ, സൈബറിടങ്ങളിലൊക്കെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ആളുകൾ, ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെയും പിന്തുണയ്ക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരു വിഭാഗമെങ്കിലും കേരളത്തിലുണ്ടോ? നമസ്കാരം. ഈ മോഹൻദാസ് ഇത് പറഞ്ഞിട്ട് 2 ആഴ്ചയോളമായി. അത് സോഷ്യൽ മീഡിയ വന്നപ്പോ തന്നെ എനിക്കുണ്ടായ ദേഷ്യം എത്രയാന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചത് ആ രാത്രി തന്നെ ഈ മോഹൻദാസിനെ പോലീസ് പൊക്കുമെന്നാ വിചാരിച്ചേ. എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അതിശയമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ വിഷം തുപ്പുന്ന കുറെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷെ ഈ കുറവുള്ളത് തന്നെ ആ ഒരു കുറവ് നികത്തുന്നത് ഇതുപോലുള്ള മോഹൻദാസിനെ പോലുള്ള ആൾക്കാരാണ്. ആൾക്കാർക്ക് ഇത് ടി വിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കുടുംബസഹിതം താമസിക്കുന്ന ആർക്കെങ്കിലും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇദ്ദേഹം പറയുന്നത്? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവരെ ആ സമയത്ത് തന്നെ പൊക്കിയില്ല എന്നുള്ളതാണ് സംശയം. എനിക്ക് തോന്നുന്നത് ഇത് അയങ്കിയുടെ വിഷയം വന്നു കഴിഞ്ഞപ്പോ രണ്ടും കൂടെ തുലനം ചെയ്ത് കമ്പാരിസൺ വന്നപ്പോ അയങ്കിയെ പിടിച്ചു, എന്തുകൊണ്ട് മോഹൻദാസിനെ പിടിച്ചില്ല എന്നൊരു ചോദ്യം വന്നപ്പോ നിവൃത്തിയില്ലാതെ സർക്കാർ ഇങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ അയങ്കി വിഷയം ഈ സമയത്ത് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മോഹൻദാസിനെ പിടിക്കൂലായിരുന്നു. സംസ്കാരമുള്ള ആർക്കും ഈ അയങ്കിയെ അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയമായി പറയുമ്പോൾ പിടിച്ചത് നല്ല കാര്യം, പിടിക്കാൻ വൈകി എന്നത് യാഥാർത്ഥ്യം. സമാനമായ കേസുകളൊക്കെ ഇടതുപക്ഷ ഭരണകാലത്തും ഉണ്ടായപ്പോൾ അവിടെ ഈ മട്ടിൽ അറസ്റ്റുകളോ അല്ലെങ്കിൽ ഈ മട്ടിൽ പെട്ടെന്നുള്ള നടപടികളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ, എന്തായാലും പറഞ്ഞോളൂ. അതായത് ഇതിനേക്കായി വിഷം തുപ്പിയ ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ ശിവസേനയുടെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, ബാൽ താക്കറെ. അദ്ദേഹം അവിടെ തുപ്പിയ വിഷങ്ങളൊക്കെ എന്തുമാത്രം ഉണ്ടായിരുന്നു അറിയാം. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്താൽ മഹാരാഷ്ട്ര കത്തുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല. കേരളത്തിലെ അന്തരീക്ഷം മൊത്തം വേറെയാണ്. അതുകൊണ്ട് അത് സംഭവിക്കുകയൊന്നുമില്ല. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കാം. ഇനിയും സംഭവിക്കുമ്പോഴും 24 മണിക്കൂറിനകം ഇതുപോലുള്ള ആൾക്കാരെ അഴികൾക്കുള്ളിലാക്കുമെന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ആൾക്കാർ ഇത് ചെയ്യില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ല എന്ന് ബൈബിളിൽ പറയുന്ന പോലെ അവർ മനസ്സിലാക്കുന്നില്ല അവർ ചെയ്യുന്ന ദ്രോഹം എത്രയാണെന്ന്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കലാപകലുഷിതമാക്കാനുള്ളതല്ല, മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാനുള്ളതാണ്. അത് കലുഷിതമാക്കുന്ന, അതിന് ഭീഷണിയാകുന്ന, ഭംഗം വരുത്തുന്ന ആരെയും വെറുതെ വിടാൻ പാടില്ല. ഇപ്പൊ തന്നെ താമസിച്ചു, ഇനി ഇത് ആവർത്തിക്കരുതെന്നേ പറയാനുള്ളൂ. ശരി, അയങ്കിയെ കുറിച്ച് എന്താണ്, അയങ്കിയെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അയങ്കി ആരും പിന്തുണച്ചു? ഞാൻ പിന്തുണച്ചോ? ഞാൻ പിന്തുണച്ചൊന്നുമില്ല. ഇത് നമ്മുടെ മലയാളത്തിൽ ചൊല്ലില്ലേ, അമ്മയെ തല്ലിയാലും 2 വർഷം ഉണ്ടെന്ന്. ശരി, അമ്മയെ തല്ലിയാലും 2 വർഷം എന്നൊരു ചൊല്ലി മലയാളത്തിലുള്ളത് പോലെ അങ്ങനെ മറ്റേ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ നമ്മൾ അപലപിക്കണം, അവരെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അയങ്കി ആയാലും മോഹൻദാസ് ആയാലും പിന്നെ ഉണ്ടല്ലോ കഥാപാത്രങ്ങള്. ശശികല എന്ന് പറയുന്ന ഒരു ടീച്ചർ, അവര് ടീച്ചർ എന്ന് പറയുകയും പക്ഷെ അവർ തുപ്പുന്നതൊക്കെ വിഷമല്ലേ. ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നത്. ശരിക്കും രാജ്യദ്രോഹി എന്ന് വിളിക്കേണ്ട ഇവരെയൊക്കെയാ. ശരി, ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എന്ത് പറയും എന്നിങ്ങനെ അറിയാൻ കാത്തിരിക്കുന്ന കുറേയേറെ ആളുകളുണ്ട് എന്ന് നമ്മുടെ കമന്റ് വായിച്ചപ്പോൾ മനസ്സിലായി. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ള ഈ ചർച്ച ഒരു ബാലൻസ് ആയി പോയി. ആയങ്കിയുടെയും ടി ജി മോഹൻദാസിന്റെ ഒപ്പം എടുത്തത് അത് പലർക്കും പല ഗുണവും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ടി ജി മോഹൻദാസ് അല്ല, ഇനി ആരായാലും അത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തല്ലോ, കോടതി നടപടിയൊക്കെ സ്വീകരിക്കട്ടെ, അതിന് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം തീരെ വിവരം കെട്ടവനാണെന്നും പറയാനും ക്രിമിനൽ ആണെന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നാക്കുപിഴ കൊണ്ട് സംഭവിച്ചതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അത്ര വിവരമില്ലാത്ത ആളൊന്നല്ല ടി ജി ബാലകൃഷ്ണൻ. അങ്ങനെ അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ നാക്കുപിഴ കൊണ്ട് സംഭവിച്ചാണെങ്കിൽ ഈ സംഭവം അയാൾ യൂട്യൂബിലിടുന്നു, ആ യൂട്യൂബിൽ ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കുന്നു. ഇതിനെതിരെ കേസ് വന്നപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇതിനെതിരെ പരാതി വന്നപ്പോഴെങ്കിലും എൻ്റെ നാക്കുപിഴയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാനത് പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പുള്ളി ബോധപൂർവം പറഞ്ഞതാണ്, പുള്ളി വളരെ കൃത്യമായി ആസൂത്രിതമായി പുള്ളി പറഞ്ഞതാണ്, പുള്ളി അങ്ങനെ വിശ്വസിക്കുന്നു. കൊച്ചു പെൺകുട്ടികളെക്കുറിച്ച് പെൺകുട്ടികൾ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നൊക്കെ കരുതുന്ന ഒരു മസ്തിഷ്കത്തിന് ഉടമയാണ് അയാൾ. അങ്ങനെയുള്ള ആൾ വിവരമുള്ളയാൾ എന്ന് ഏതർത്ഥത്തിലാണ് പറയുന്നത്? അത്തരം മേഖലകളിൽ ചിലപ്പോൾ വിവരം കാണും. അങ്ങനെ വിവരമുള്ളയാൾ എന്നൊന്നും പറയാൻ കഴിയില്ല. അയാൾക്കുള്ളത് ആ തരത്തിലേക്കുള്ള ഒരു ചിന്തയാണ്. ആ ചിന്തയെ സാധാരണ വിവരമുള്ളതെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ അറിയുന്ന ആളുകളെയാണ്. ഈ ചീത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളെയും അല്ലെങ്കിൽ അത്തരം കാര്യം വിവരമുള്ളയാളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, ആ അർത്ഥത്തിൽ വേണമെങ്കിൽ അംഗീകരിക്കാം അതിനെ. അല്ല, അങ്ങനെ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾ നമ്മുടെ ബഹുമാന്യത മന്ത്രി വരെ ആയിട്ടുണ്ടല്ലോ ഇവിടെ. വെമ്പിളി സമരത്തിന് എന്താ പറഞ്ഞത്? അവിടെ മറ്റേ പണിയെടുത്തെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ആ വിഷയത്തിലേക്കൊന്നും സാറ് കിടക്കണ്ട. ഞാൻ പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു. ഇനി അദ്ദേഹത്തിന് അറിയാം കോടതിയിൽ ഇത് എങ്ങനെ നേരിടണമെന്ന്. അതിനിടയ്ക്കൊരു സംഭവം സാറിനോട് എനിക്ക് പറയാനുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനമന്ത്രിക്ക് തന്തയില്ല എന്നുള്ളൊരു പ്രചരണം സാറ് കേട്ടിരുന്നോ പറഞ്ഞത്? പ്രധാനമന്ത്രിയുടെ അച്ഛൻ മുമ്പേ മരിച്ചുപോയി എന്നതിന് ശേഷമാണ് പ്രധാനമന്ത്രി ജനിച്ചത് എന്ന് പരസ്യമായി പറഞ്ഞല്ലോ. കേരളത്തിൽ നടപടിയെടുത്തോ? അപ്പൊ അതുകൊണ്ട് പ്രധാനമന്ത്രിയെ നരാധവൻ, മരണത്തിന്റെ വ്യാപാരി എന്നൊക്കെ മറ്റു പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ടി ജി മോഹൻദാസിനെ കൊണ്ട് പറയാനുള്ളത്, അദ്ദേഹം വർഗീയ വിഷമാണ് തുപ്പുന്നത് താങ്കൾക്ക് തോന്നാം. മുൻ പ്രേക്ഷകൻ പറഞ്ഞു ശശികല ടീച്ചർ വിഷമാണ് തുപ്പുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 മാസമല്ലേ ആയിട്ടുള്ളൂ മറ്റുള്ള ഗവൺമെന്റ് ഉണ്ടായിട്ട്. ഈ 10 വർഷം ഇവരെന്തേ നടപടിയെടുക്കാതിരുന്നത്? രാജ്യദ്രോഹിയായ ശശികലക്കെതിരെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ പോയി
മഹാരാഷ്ട്രയിൽ ഇപ്പോ എന്താ അദ്ദേഹത്തിന്റെ പേര്, ശിവസേനയുടെ നേതാവ് ബാൽ ഠാക്കറെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ അവരുടെ കൂടെ കസേര പങ്കിടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വാദഗതിയൊന്നും നിരത്തണ്ട. ടി.ജി. മോഹൻദാസ് ഈ പറഞ്ഞ രൂപത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാ തെറ്റാണ്, അപരാധമാണ്. പ്രചരിപ്പിച്ചിട്ടുണ്ട്. റൈറ്റ് റൈറ്റ്, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ശക്തമായ ശിക്ഷ അദ്ദേഹം വാങ്ങട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, പ്രധാനമന്ത്രിക്ക് തന്തയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എത്ര ചാനൽ അത് എത്ര സമയം കൊടുത്തിട്ടുണ്ട്? ബഹുമാന്യായ പ്രധാനമന്ത്രിക്ക് തന്തയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഞാൻ 48 ജനിക്കുന്നു, എന്റെ അച്ഛൻ 45 മരണപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ അമ്മ തേപിടിച്ചാണെന്നല്ലേ? റൈറ്റ് അല്ലേ? അതിൽ നിന്ന് ഈ താങ്കൾ ആ പറഞ്ഞ സാഹചര്യവും ഈ താങ്കൾ ഇപ്പൊ ഞാൻ പറയുന്നത് ന്യായീകരിക്കാൻ അധികം കോടതിയിൽ അത് എങ്ങനെ ബാധിക്കണം, കേസ് എങ്ങനെ വരും, അദ്ദേഹത്തിന് ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് വിവരമില്ലാത്ത ആളല്ല എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം വർഗീയ വിഷമാണ് തുപ്പുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആരും പറയണ്ട. അദ്ദേഹം കാര്യങ്ങൾ വിളിച്ചു പറയും. മറ്റുള്ള കാര്യങ്ങളിലാണ് ഞാൻ പറയുന്നത്. പറയുന്നതിനകത്താണ് പറഞ്ഞത്. പുള്ളി വാദൂർന്നാൽ വർഗീയത പറയുന്ന ആളാണ് മോഹൻദാസ് എന്നുള്ളതിന് സംശയമുണ്ടോ? താങ്കൾക്ക് വർഗീയമായി തോന്നാം, പക്ഷേ അദ്ദേഹം വിവരമില്ലാത്ത ആളെന്നല്ല. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് അപാകത പറ്റിയിട്ടുണ്ട്. വിവരമില്ലാത്ത ആളല്ല, വിവരമുണ്ട്, വേറെ ചില മേഖലകളിലാണെന്ന് മാത്രം. സാമാന്യ നമുക്ക് പല മന്ത്രിമാരും ഉണ്ടായിട്ടില്ല, ഇവിടെ പല മന്ത്രിമാരും ഉണ്ടായിട്ടില്ലേ? ഈ പട്ടിൽ ഇത്രയേറെ വിവരക്കേട് വേറെ ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല. മന്ത്രി പെമ്പിളവരനെ അവിടെ മറ്റേ പണി എന്ന് പറഞ്ഞാൽ എന്താ സാർ? അതുപോലെ അല്ലല്ലോ, ഇത് വളരെ തെളിച്ചൊക്കെ പറയല്ലേ. അത് വേണമെങ്കിൽ ഒരാൾക്ക് ആ പറഞ്ഞതും 100% തെറ്റാണ്. ആ തെറ്റിനെ വേണമെങ്കിൽ അയാൾക്ക് ന്യായീകരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇത് അങ്ങനെയല്ല, വളരെ തെളിച്ചല്ലേ പറയുന്നത് എന്താണെന്ന്. തെളിച്ചാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത് തെറ്റ് തിരുത്താത്ത എന്താന്ന് എനിക്ക് പറയാൻ പറ്റൂല, എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം വർഗീയമാണ് പറയുന്നത് എല്ലാ സമയത്തും എന്ന് പറയുന്നത് കൊണ്ടാണ് തിരുത്താൻ പറ്റാത്തതെന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കും പൊരുത്തപ്പെടാത്താണ് അദ്ദേഹം പറയുന്നത്. സത്യം വിളിച്ചു പറയുന്നത് അദ്ദേഹം സത്യമൊന്നുമല്ല ശ്രീ ബാലകൃഷ്ണൻ. ടി.ജി. മോഹൻദാസ് വിളിച്ചു പറയുന്നത് മിക്കവാറും 90% കള്ളത്തനം വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനാണ്. അതിനകത്ത് അയാൾ സത്യമൊന്നുമല്ല പറയുന്നത്. അയാളെ ന്യായീകരിക്കാൻ ചാനൽ കളവാണ് പ്രചരിപ്പിക്കുന്നത് എനിക്ക് പറഞ്ഞൂടെ? അല്ല, അത് വേണമെങ്കിൽ പറയാം, താങ്കൾക്ക് പറയാം, അത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. അതുപോലെ തന്നെയാ താങ്കൾ പറയുന്നത് എത്രയോ അങ്ങനെ എടുത്താൽ മതി. ഞാൻ ചില മാധ്യമങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കാത്തവരെല്ലാം വർഗീയവാദികളാണ്. അത് താങ്കളുടെ നിയമനം, താങ്കളുടെ ചാനലുകളുടെ നിയമനം. അത് പബ്ലിക് വിശ്വസിച്ചോളണമെന്നില്ല. വർഗീയ അത് കേരളത്തിലെ പബ്ലിക് വിലയിരുത്തട്ടെ. ഈ പറഞ്ഞ തെറ്റിന് അദ്ദേഹം കോടതിയിൽ കേസിനെ നേരിട്ട് അതിനുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ രണ്ടുപേരെയും ഒന്നിച്ച് ക്രിമിനൽ ആണെന്ന് താരതമ്യപ്പെടുത്താൻ സാർ ചെയ്യുന്ന പണിയുണ്ടല്ലോ, അത് വളരെ മോശമാണ്. ടി.ജി. മോഹൻദാസ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ക്രിമിനൽ അല്ല, ഒരു ക്രിമിനൽ പണി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അർജുനായെങ്കി ഈ നാട്ടിൽ ഉണ്ടാക്കാവുന്ന അപകടത്തെക്കാൾ വലിയ അപകടം ഉണ്ടാക്കുന്ന ആളാണ് ടി.ജി. മോഹൻദാസ്. അർജുനായെങ്കി അവിടെ ഇവിടെയും പോയി ആരെങ്കിലും കായികമായി ആക്രമിക്കുകയും സ്വർണം പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ക്രിമിനലുകളെ പോലീസിന് പിടിച്ചകത്തിട്ട് ആ കേസിൽ നിന്ന് അവരെ അല്ലെങ്കിൽ പിന്നീട് ശിക്ഷ കൊടുത്ത് നിർത്താം. ഇത് അങ്ങനെയല്ലല്ലോ. ആശയപരമായ ആളുകൾക്കെതിരെ ഇത്തരം വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ എങ്ങനെ നിയന്ത്രിക്കാനാണ്? അത് നിയമം ഉണ്ടാവണം, നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന്. പിന്നെ അദ്ദേഹം പറയുന്ന മൊത്തം കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ പറയുന്നത് തീർത്തും വിഷമാണ് എന്ന് പറയുന്നത് കേരളത്തിലെ പബ്ലിക് അങ്ങനെ വിശ്വസിച്ചോളന്നില്ല. വേണ്ട, വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഈ അർജുനായെയും ടി.ജി. മോഹൻദാസിനെയും തൊപ്പിയെയും ഒക്കെ അനുകൂലിക്കാൻ ആളുകളുണ്ട് ഈ നാട്ടിൽ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും തള്ളിക്കളയുന്നില്ല. എവിടെ കിടക്കുന്നത്? ടി.ജി. മോഹൻദാസ് എവിടെ കിടക്കുന്നത്? തൊപ്പിയുടെ അതേ നിലവാരത്തിലൊക്കെ തന്നെയല്ലേ ടി.ജി. മോഹൻദാസ്? അത് താങ്കൾക്ക് അങ്ങനെ വിശ്വസിക്കാം, താങ്കൾക്ക് മറിച്ചും വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അങ്ങേ തെറ്റാ, പക്ഷെ അദ്ദേഹം വർഗീയ വിഷ തുപ്പുന്ന അത് അംഗീകരിക്കാനാവൂല. ശരി, ഓക്കെ. പക്ഷേ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് ശരി ബാലകൃഷ്ണൻ. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഇത്തരക്കാരെ പിന്തുണയ്ക്കാനും അവർക്കൊക്കെ വേണ്ടി ന്യായീകരിക്കാനും ആളുകൾ ഉണ്ടാവുന്നതിനെ കാണുന്നത്? കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം മലീനസമാക്കാൻ ഇറങ്ങിത്തിരിച്ച രണ്ടാളുകൾ, രണ്ട് ധ്രുവങ്ങളിലുള്ളവർ തന്നെയാണ്. പക്ഷേ രണ്ടിനെയും ഒരേ ആഴിയിൽ കെട്ടേണ്ട ഇവർ തന്നെയാണ്. ടി.ജി. മോഹൻദാസ് പറയുന്നത് കേരളത്തിലെ ജനാധിപത്യ മതേതര സംവിധാനം ആകെ അങ്കലാപ്പിലാക്കുക മാത്രമല്ല, പരസ്പരം പോർവിളികളും പരസ്പരം കടിച്ചുകീറലുകളും ഒക്കെ ഉണ്ടാക്കുന്ന വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം അദ്ദേഹം വരുത്തി തീർക്കും. അദ്ദേഹത്തിന്റെ നാവ് അത്രമാത്രം വിഷലിപ്തമാണ്. എന്താണ് മുൻ പ്രേക്ഷകൻ പറഞ്ഞത് എനിക്ക് ഒട്ടും അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയും.
കഴിയില്ല. കാരണം മോഹൻദാസ് പറയുന്നത് വളരെ 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 മോശമായ ഒരു കാര്യം തന്നെയാണ്. ബിജെപിയും RSSും ബജ്രംഗ് ദളും ശിവസേനയും അതുപോലുള്ള സംഘടനകൾ ഒന്നും പറയാത്തതിൽ അപ്പുറമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വിഭാഗത്തിൽ നിന്ന് കയ്യടി കിട്ടുന്നത്. ആ കയ്യടി കിട്ടുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് ഞാൻ വലിയ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാണ്. തെറ്റിദ്ധരിക്കും. ഇദ്ദേഹത്തെ മുൻ പ്രേക്ഷകനെ പോലെയുള്ള ആളുകൾ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് ഇയാൾക്ക് സപ്പോർട്ട്. ഇയാൾ പറഞ്ഞ ഒരു വായ കൊണ്ട് പറയുന്നത് ഞാൻ അയാളെ പറയുന്നത് നിഷേധിക്കുന്നില്ല, മറ്റൊരു പറയുന്നത് ഞാൻ നിഷേധിക്കുന്നു. ഇതാണോ നിലപാടിൽ ഒന്നിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു കാര്യം അയാൾ പറയുന്നത് ശരിയോ തെറ്റോ? ശരിയാണെങ്കിൽ ശ്രീ പ്രസന്നാണ് താങ്കൾ സമയം അവസാനിക്കൊണ്ട് വേഗത്തിൽ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ പ്രസന്ന, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം. TG മോഹൻദാസ് പറഞ്ഞതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. വളരെ തെറ്റായ കാര്യമാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ നോക്കിക്കാണേണ്ടത്, ഡൽഹിയിൽ ഒരു സമരം നടന്നു. അത് നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ ഇതിനോ യോജിച്ചതല്ല എന്നുള്ള ശക്തമായ അഭിപ്രായം നമുക്കുണ്ട്. അവരെഴുതിയ പ്ലക്കാർഡുകളുടെ വാചകങ്ങളും അതുപോലെ വിളിച്ച മുദ്രാവാക്യങ്ങളൊന്നും നമുക്ക് യോജിച്ചതല്ല. അതും സത്യമായ കാര്യമാണ്. ശ്രീ പ്രസിഡന്റ്, താങ്കൾക്ക് യോജിച്ചതല്ല എന്ന് കരുതി പുതിയ കാലത്തെ ചെറുപ്പക്കാർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം എല്ലാവർക്കും യോജിക്കണമെന്നുണ്ടോ? അവർക്ക് അവരുടെ ഭാഷയിൽ അവരുടെ രീതിയിൽ വിളിച്ചുകൂടെ? അതെ, വിളിക്കാം. അല്ല, അവരെ അശ്ലീലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അശ്ലീലം പറയുന്നത് ശരിയല്ല എന്ന് പറയാമല്ല. അവർ വെച്ച പ്ലക്കാർഡുകളിലൊന്നും അവരെ വെക്കുന്നതെല്ലാം അവരെ ആ തരത്തിൽ രാജ്യദ്രോഹികളെന്ന് വിളിച്ചപ്പോൾ അവർ വെച്ച പ്ലക്കാർഡിനകത്ത് രാജ്യദ്രോഹി നിന്റെ തന്ത എന്നുള്ള മട്ടിലാണ് അവർ പ്ലക്കാർഡ് വെച്ചത്. അല്ലാതെ മറ്റേതെങ്കിലും അശ്ലീലം എഴുതിയ മട്ടിൽ അവർ ചെയ്തില്ലല്ലോ. അവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചപ്പോൾ അവരതിന് മറുപടി കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ. ശരി, നമുക്ക് മുൻ പരിചയമുള്ള സമര രീതി ആയിരുന്നില്ല. ശരി, നമുക്ക് നമ്മുടെ സമയം അവസാനിക്കും. മുൻ പരിചയമുള്ള ഒരു സമരമായിരുന്നില്ല അത്. പുതിയ കാലത്തിന് സമരം, അതിന് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നേറി സമരം കൂടുതൽ ഇതായി വരട്ടെ. എന്തായാലും നമ്മുടെ വിളിച്ച പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം പേരും ഈ അർജുനായങ്കി ആയാലും TG മോഹൻദാസ് ആയാലും ഇത്തരം സമൂഹത്തിന് ബാധ്യതയായ ആളുകളെ, ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകൾക്ക് ആരാധകരായി നിൽക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കുന്നത് ശരിയല്ല. അത് ശരിയായൊരു സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. എന്നാൽ ചിലരെങ്കിലും അവരെയൊക്കെ ന്യായീകരിച്ച് പരോക്ഷമായി ഇതിനെ തെറ്റാണ് എന്ന് പറയുമ്പോഴും അവരെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതും അവരുടെ ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യമാവാം, ചിലപ്പോൾ വ്യക്തിപരമായ താല്പര്യമാവാം. അത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. ആ അഭിപ്രായങ്ങൾ പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. അല്ലാതെ ഒരാൾക്കെതിരെ അശ്ലീലം പറയുകയോ അല്ലെങ്കിൽ അയാൾക്കെതിരെ വ്യക്തിഹത്യ ചെയ്യുകയോ അല്ലാത്ത രീതിയിലുള്ള അത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിനും യാതൊരു തടസ്സവുമില്ല. അത്തരം അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ് ഇതിൽ സ്വാഭാവികമായും ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.